ഹായ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന പോർഷൻ നെറ്റ്വർക്ക് അനലൈസിസിലെ പേർട്ട് മെത്തേഡ് ടൈപ്പിലുള്ള പ്രോബ്ലം ആയിരുന്നു അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ പ്രൊജക്ട് ഈസ് എക്സ്പെക്ടഡ് ടു ടേക്ക് 15 months അലോങ് ദ ക്രിട്ടിക്കൽ പാത്ത് ഹാവിംഗ് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 3 months. ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 15 months, അതുപോലെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 3 months ആണ്. അതായത് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? എക്സ്പെക്റ്റഡ് ടൈം എന്ന് വെച്ചാൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് TE എന്നായിരുന്നു. TEയുടെ വാല്യൂ ആണ് എന്ന് തന്നിരിക്കുന്നത് 15. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മ എന്ന സിമ്പൽ ഉപയോഗിച്ചിട്ടാണ്. സിഗ്മയുടെ വാല്യൂ 3 എന്നും തന്നിട്ടുണ്ട്. ഇനി ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രൊജക്ട് ഓൺ ദ ഡ്യൂ ഡേറ്റ് ഇഫ് ദ ഡ്യൂ ഡേറ്റ് ഫിക്സ്ഡ് ഈസ് 18 months ആൻഡ് 12 months. അതായത് ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് 18 മാസമാകാനുള്ള സാധ്യത എന്ത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് 12 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും എന്നതിനുള്ള സാധ്യത എന്ത്? അതിനുള്ള ശതമാനം അല്ലെങ്കിൽ പെർസെൻറ്റേജ് എത്ര? ഓക്കെ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ ഒന്ന് എടുത്ത് എഴുതാം. ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? സൊല്യൂഷനിൽ ഇങ്ങനെ എഴുതുക: TE = 15, അതുപോലെ സിഗ്മ = 3. പിന്നെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ അതിൻ്റെ ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ടൈം ആയിട്ട് തന്നിരിക്കുന്നത് എത്രയാ? 18 എന്നാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഡ്യൂ ടൈം = 18 months. ഇനി നമുക്കറിയാം അതിൻ്റെ ഡ്യൂ ടൈം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത് നമുക്കറിയാം. എന്തായിരുന്നു? സെറ്റിൻ്റെ വാല്യൂ കാണണം അല്ലേ? നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേം ആണ് സെറ്റ്. അത് കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഈ കേസിൽ എന്താണ്? സെറ്റ് ഈസ് ഈക്വൽ ടു ഡ്യൂ ടൈം മൈനസ് എക്സ്പെക്റ്റഡ് ടൈം ഡിവൈഡഡ് ബൈ സിഗ്മ എന്നാണ്. നമ്മൾ ഇതിന് മുന്നേയും കുറേ പ്രോബ്ലത്തിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ഇനി ഇവിടെ ഡ്യൂ ടൈം എത്രയാ? 18 മൈനസ് എക്സ്പെക്റ്റഡ് ടൈം എത്രയാ? 15 അല്ലേ? അപ്പോൾ അത് ആ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 18 - 15, സിഗ്മയുടെ സ്ഥാനത്ത് ഏത് കൊടുക്കാം? 3. അപ്പോൾ 18 - 15 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1 എന്നായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ടൈപ്പിലുള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് മുന്നേ പറഞ്ഞിരുന്നു നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഏരിയ ആണ്. അത് മൊത്തം പഠിച്ചിട്ട് ഇത് പഠിക്കുമ്പോൾ കുറേ സിമ്പിളായിട്ട് തോന്നും. പക്ഷെ അതൊരു വലിയ ഏരിയ ആയതുകൊണ്ട് ഈ പ്രോബ്ലത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഇപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ അതിൻ്റെ ഒരു ഗ്രാഫിക്കലി വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ബെൽ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? നോർമൽ കർവിൻ്റെ ഷേപ്പ് എപ്പോഴും ബെൽ ഷേപ്പ് ആയിരിക്കും. അത് ഓർത്ത് വയ്ക്കുക. ബെൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഒരു ബേസ് ഉണ്ടായിരിക്കും. അതിന് ഇങ്ങനെ അതിൻ്റെ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ബെൽ ഷേപ്പിലായിരിക്കും അതിൻ്റെ ഫിഗർ വരുന്നത്. ഇനി അതിലാണ് നമ്മൾ ഓരോ വാല്യൂസും എങ്ങനെ വരുന്നു എന്നത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ സെറ്റിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു നോർമൽ കർവ് സൈഡിൽ റഫായിട്ട് വരയ്ക്കുക. എന്നിട്ട് ആ കിട്ടിയ വാല്യൂ ആ കർവിൽ ഒന്ന് കാണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ ഒന്ന് വരച്ച് കാണിച്ചു തരാണ്. ഇപ്പോൾ സെറ്റിൻ്റെ വാല്യൂ എത്ര കിട്ടിയത്? 1. അതൊരു പോസിറ്റീവ് വാല്യൂ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ നോർമൽ കർവ് നമ്മളിതാ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സെറ്റിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടിയല്ലോ. ആ കിട്ടിയ വഴിക്ക് തന്നെ നിങ്ങളുടെ എഴുതുന്ന പേജിൻ്റെ ഒരു സൈഡിൽ നോർമൽ കർവ് റഫായിട്ട് വരയ്ക്കുന്നു. നോർമൽ കർവിൻ്റെ ഷേപ്പ് എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ്? ബെൽ ഷേപ്പാണ്. അപ്പോൾ ആദ്യം ഒരു ബേസ് വരയ്ക്കുന്നു, പിന്നീട് ഒരു ബെൽ ഷേപ്പിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു രീതിയിൽ വരയ്ക്കുന്നു. ഓക്കെ, ഇനി എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഈ തന്നിരിക്കുന്നതിൽ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ. ലൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ലൈനിൻ്റെ പൊസിഷൻ സാധാരണ ഒരു രേഖ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്? സെൻറ്ററിൽ 0 അല്ലേ? ഈ ഭാഗത്തോട്ട് എന്താ വരിക? പോസിറ്റീവ് സംഖ്യകളും ഈ ഭാഗത്തോട്ട് നെഗറ്റീവ് സംഖ്യകളും. അതായത് റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ് സംഖ്യ, ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ് സംഖ്യ എന്നൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ സെൻറ്ററിൽ, കറക്റ്റ് സെൻറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇതിൻ്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. അതായത് ഈ ലൈനിൽ എപ്പോഴും 0 തന്നെയല്ലേ വരിക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. ഇനി നിങ്ങളോട് പറഞ്ഞിരുന്നു എന്താണ്? റൈറ്റ് സൈഡിലോട്ട് എപ്പോഴും പോസിറ്റീവ് സംഖ്യകളാണ് നമ്മൾ എഴുതുക, ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ് സംഖ്യകളാണ് എഴുതുക. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് പല പ്രോബ്ലത്തിലും, എന്താണ്? നോർമൽ കർവിൻ്റെ ടോട്ടൽ വാല്യൂ, അതായത് ഇതിൻ്റെ വാല്യൂ ഇങ്ങനെയാണ് വരുന്നത്. നോക്കുക, ഇതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം, ഈ സൈഡ് മുതൽ ഈ ഒരു ഭാഗം വരെയുള്ള ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഓർത്ത് വയ്ക്കുക 1 ആണ്. ഓക്കെ, നോർമൽ കർവിൻ്റെ ടോട്ടൽ വാല്യൂ എന്താ വരിക? 1. അങ്ങനെയെങ്കിൽ ഈ രണ്ട് സൈഡിലോട്ടും
ഓരോന്നും എത്ര വീതമായിരിക്കും? 0.5 വീതമായിരിക്കുമല്ലോ. എന്ന് വെച്ചാൽ ഈ ഭാഗം ഇത്രയും പോർഷൻ 0.5, കാരണം പകുതിയല്ലേ, ഇത്രയും ഭാഗം 0.5. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താ പറഞ്ഞത്? നമുക്ക് സെറ്റിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സൈഡിൽ, പേജിൻ്റെ ഒരു സൈഡിൽ നോർമൽ കർവ് വരയ്ക്കാം. നോർമൽ കർവിൻ്റെ ഷേപ്പ് ബെൽ ഷേപ്പ് ആണെന്ന് അറിയാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുന്നു, 0 കൊടുക്കുന്നു. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ടോട്ടൽ നോർമൽ കർവിൻ്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ സൈഡും എത്ര വീതമായിരിക്കും? 0.5 ആയിരിക്കും. പിന്നെ നിങ്ങളോട് പറഞ്ഞു ഈ സൈഡിലോട്ട്, റൈറ്റ് സൈഡിലോട്ട് എപ്പോഴും പോസിറ്റീവ് വാല്യൂ എഴുതണം, ലെഫ്റ്റ് സൈഡിലാണ് നെഗറ്റീവ് വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന്. ഇനി ഇവിടെ കിട്ടിയ സെറ്റിൻ്റെ വാല്യൂ 1 എന്നാണ്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ നോക്കിക്കേ, 1 എന്നല്ലേ. 1 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഫിഗറിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ലൈൻ വരച്ച് അവിടെ 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ സെറ്റിൻ്റെ വാല്യൂ 1 നമ്മൾ ഈ ചിത്രത്തിൽ അടയാളപ്പെടുത്തി അല്ലേ. ഇനി നമുക്ക് വേണ്ടത് കറക്റ്റ് ഇതിൻ്റെ ഏരിയ കാണണം. ആ റിക്വയർഡ് ഏരിയ കാണാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ സെറ്റിൻ്റെ വാല്യൂ 1 കിട്ടിയില്ലേ, ഇനി ഇതിൻ്റെ ടേബിൾ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ടേബിൾ വാല്യൂ കാണാൻ നിങ്ങളുടെ ലോഗരിതം ടേബിൾ എടുക്കുക. അതിൽ നോർമൽ കർവ് എന്നൊരു പേജ് കാണാം. നോർമൽ കർവിൻ്റെ വാല്യൂ കാണാനായിട്ട് ഇങ്ങനെ ബെൽ ഷേപ്പ് ഒക്കെ കൊടുത്തൊരു പേജ് കാണാം. ആ പേജ് സെലക്ട് ചെയ്തിട്ട് 1ൻ്റെ വാല്യൂ അതിൽ എത്രയാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് നോക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ആ പേജിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു ലോഗരിതം ടേബിൾ ഇല്ലാത്തത് കൊണ്ട് ആ പേജ് മാത്രം ഒന്ന് ജസ്റ്റ് കാണിക്കാം. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് കരുതുന്നു. ഇതിൽ നോക്കുക, ഇങ്ങനൊരു പേജാണ് നിങ്ങൾക്ക് കാണാം. ഏരിയ അണ്ടർ സ്റ്റാൻഡേർഡ് നോർമൽ കർവ്. സ്റ്റാൻഡേർഡ് നോർമൽ കർവിൻ്റെ ഏരിയ കാണാൻ അതിൻ്റെ വാല്യൂ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, അതിൻ്റെ ഒരു ഷേപ്പ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ബെൽ ഷേപ്പിൽ ഇവിടെ ഒരു ഫിഗറും വരച്ചിട്ടുണ്ട്. ഇങ്ങനൊരു പേജ് നിങ്ങളുടെ ലോഗരിതം ടേബിളിൽ ഉണ്ടാവും. അതെടുക്കുക. ഇപ്പോൾ നമുക്ക് ഏതിൻ്റെ വാല്യൂ കണ്ടത്? സെറ്റ് ഈക്വൽ ടു 1 എന്നല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 1ൻ്റെ വാല്യൂ, ഈ നോർമൽ കർവിനെ എപ്പോഴും സെറ്റ് എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക, അതുകൂടി ഓർക്കുക. അപ്പോൾ സെറ്റ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 1 എവിടെ കിടക്കുന്നത് നോക്കുക. ഇത് 0.1, 0.2 അങ്ങനെ പോയി 1 കണ്ടോ. 1.0 കാണുന്നുണ്ടല്ലോ. അതിൽ കൃത്യമായിട്ട് നോക്കിയാൽ 1.0 എന്ന് വെച്ചാൽ 1 തന്നെയാണ് മീനിങ്. 1ൻ്റെ നേരെ നോക്കുക, ഏത് വാല്യൂ വരുന്നത് 0ൽ? 0.3413. അപ്പോൾ ഈ തന്നിരിക്കുന്നത് സെറ്റ് ഈക്വൽ ടു 1 എന്നതിൻ്റെ ടേബിൾ വാല്യൂ എന്ന് എത്രയാണ് കിട്ടിയത്? 0.3413 എന്നാണ് കിട്ടിയത്. ക്ലിയർ? അപ്പോൾ സെറ്റ് ഈക്വൽ ടു 1 എന്നതിൻ്റെ ടേബിൾ വാല്യൂ 0.3413 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഏതാണ് ആ ഭാഗം ഈ ചിത്രത്തിൽ ഒന്ന് കാണിക്കാം. അതായത് നമുക്കിപ്പോൾ കിട്ടിയത് ഈ ഒരു പോർഷനാണ്. 1 എന്നത് ഇവിടെയല്ലേ അടയാളപ്പെടുത്തിയത്, അതിൻ്റെ ടേബിൾ വാല്യൂ 0.3413 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഇതിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ടോട്ടൽ റിക്വയർഡ് ഏരിയ എത്ര ആണെന്നാണ്. അതായത് ഈ 1 വരെയുള്ള ടോട്ടൽ ഏരിയ എത്ര? 1 വരെയുള്ള ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം മുതൽ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. നോക്കൂ, ടോട്ടൽ റിക്വയർഡ് ഏരിയ, നമ്മൾ വാല്യൂ കിടക്കുന്നത് ഇവിടെയല്ലേ. അപ്പോൾ ഇതുവരെയുള്ള ഏരിയ നമ്മൾ കാണണം. അപ്പോൾ ഇതുവരെയുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയ പോർഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, 0.3413 എന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു ഏരിയയുടെയും കൂടി വാല്യൂ കൂട്ടിയാൽ പോരെ. ഈ ഏരിയയുടെ വാല്യൂ ഓൾറെഡി നമുക്ക് അറിയാലോ, എത്രയാ? 0.5 എന്ന് അറിയാലോ. ഓക്കെ, അപ്പോൾ ഇത് 0.5 ആണ്, ഇത് മുതൽ ഇതുവരെയുള്ള പോർഷൻ പ്ലസ് ഈ ഏരിയ എന്ന് വെച്ചാൽ 0.3413 എന്ന് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ടോട്ടൽ റിക്വയർഡ് ഏരിയ കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. സെറ്റ് ഈക്വൽ ടു 1 എന്ന് കിട്ടിയ വഴിക്ക് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ ടേബിൾ വാല്യൂ നോക്കി. ടേബിൾ വാല്യൂ എത്രയാ? ദ ഏരിയ അണ്ടർ നോർമൽ കർവ് കറസ്പോണ്ടിങ് ടു സെറ്റ് വാല്യൂ ഈസ് 0.3413 എന്ന് കിട്ടി. ഇനി ഇപ്പോൾ തൊട്ട് മുന്നേ വരച്ച ഫിഗർ ഇത് ഇവിടെ വീണ്ടും വരച്ചിരിക്കുന്നു. നോക്കൂ, എന്താ ബേസ് വരച്ചു, വാല്യൂ അതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചിരിക്കുന്നു. പിന്നെ 1 എന്നത് പോസിറ്റീവ് ആയതുകൊണ്ട് ഈ സൈഡിൽ എവിടെയെങ്കിലും ഒരു ലൈൻ വരച്ച് 1 എഴുതി. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഇതിൻ്റെ റിക്വയർഡ് ഏരിയ, ടോട്ടൽ ഏരിയ കാണണം. ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ ഏത് മുതൽ ഏത് വരെയാ? ഇത് മുതൽ ഇത് വരെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ചെറിയ പോർഷൻ നമ്മൾ എത്ര കണ്ടെത്തിയിട്ടുണ്ട്? 0.3413 എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു ചെറിയ പോർഷൻ ഇതാണ് 0.3413. ഇനി നമുക്ക് കാണേണ്ടത് ഒരു മൊത്തമല്ലേ. മൊത്തം എന്ന് പറയുമ്പോൾ ഈ ഏരിയയിലെ വാല്യൂ കൂടി ആഡ് ചെയ്താൽ മതി. ഇതെന്ന് പറയുമ്പോൾ ഇത് മുതൽ ഇതുവരെ എത്രയാണെന്ന് നമുക്ക് അറിയാം, ഓൾറെഡി 0.5 ആണെന്ന് അറിയാം.
അപ്പോൾ 0.5 പ്ലസ് ഈ വാല്യൂ, അപ്പോൾ അതിൻ്റെ മൊത്തം ഏരിയ കിട്ടില്ലേ? അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ദ റിക്വയർഡ് ഏരിയ ഈസ് ഈക്വൽ ടു 0.5 പ്ലസ് 0.3413 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8413. ക്ലിയർ? അപ്പോൾ നമുക്ക് ഏകദേശം ആൻസറിലേക്ക് വന്നു. അതായത് 18 മാസത്തിനുള്ളിൽ ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യത എന്ത്, എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂവിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ആൻസർ ആയി. പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? കിട്ടിയ ആൻസറിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. Therefore, the probability of completing the project on the due date, if the due date is fixed in 18 months, that is equal to 0.8413 into 100. അപ്പോൾ ആൻസർ കിട്ടുന്നത് 84.13% എന്നായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഈ പ്രൊജക്ട് 12 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവാനുള്ള സാധ്യത എന്തെന്നാണ്. എന്ന് വെച്ചാൽ അവിടെ ഡ്യൂ ടൈം എത്രയാണ്? 12 ആണ്. അപ്പോൾ ഡ്യൂ ടൈമിൻ്റെ സ്ഥാനത്ത് 12 എന്ന് കൊടുക്കുക, ടിഇയുടെ സ്ഥാനത്ത് 15 എന്ന് കൊടുക്കുക, സിഗ്മയുടെ സ്ഥാനത്ത് 3 എന്നും കൊടുക്കുക. അപ്പോൾ ആ ഇക്വേഷൻ ഒന്നുകൂടി എടുത്ത് എഴുതണം. ഇവിടെ ഇക്വേഷൻ എഴുതിയിട്ടില്ല. നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഇക്വേഷൻ ഒന്നുകൂടി എഴുതിയിട്ട് വേണം എഴുതാൻ. അപ്പോൾ 12 - 15/3 എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആൻസർ -1 ആണ്. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത? നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്, അല്ലേ? അപ്പം നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഫിഗറും അതിനനുസരിച്ചിട്ട് ആ ഏരിയ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കൂ, നെഗറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ സെറ്റിൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് -1. കിട്ടിയ വഴിക്ക് നമ്മൾ എന്ത് ചെയ്യണം? സെറ്റിൻ്റെ വാല്യൂ കിട്ടിയ വഴിക്ക് അതിൻ്റെ നോർമൽ കർവ് വരച്ച് നോക്കണം എന്ന് പറഞ്ഞു ഫിഗർ. അപ്പോൾ അതൊന്നും ഇതിവിടെ വരച്ച് കാണിക്കാം. നോക്കൂ, ഇതാണ് നോർമൽ കർവിൻ്റെ ഷേപ്പ്. അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു, അതിന് 0 എന്ന് കൊടുക്കുന്നു. ഇനി നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്, -1. അപ്പോൾ ഈ സൈഡിലേക്ക് പോസിറ്റീവ് വാല്യൂവും ഈ സൈഡിലേക്ക് നെഗറ്റീവ് വാല്യൂ ആണ് കാണിക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് -1 എന്ന് കാണിക്കാം. ഓക്കെ, -1 എന്ന് കാണിച്ചു. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? ഇതിൻ്റെ ഏരിയ, റിക്വയർഡ് ഏരിയ. അപ്പോൾ നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് ഈ ഒരു പോർഷൻ ആയിരിക്കും നമ്മുടെ റിക്വയർഡ് ഏരിയ എന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ മൊത്തം വരില്ല. ഈ ഒരു നെഗറ്റീവ് ആയതുകൊണ്ട് ഈ ഒരു സൈഡ് മാത്രമാണ് വരുന്നത്. ഈ ചെറിയ പോർഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ആ റിക്വയർഡ് ഏരിയ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഓർക്കുക, ഇതിൻ്റെ ടേബിൾ വാല്യൂ ആദ്യം കാണണം. -1 ആണ് സെറ്റിൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ലോഗരിതം ടേബിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ മൈനസ് വാല്യൂ, നെഗറ്റീവ് വാല്യൂ ഇല്ല. അപ്പോൾ 1ൻ്റെ ആൻസർ തന്നെ നോക്കിയാൽ മതി. അതായത് സെറ്റ് ഈക്വൽ ടു 1 എന്നതിൻ്റെ ആൻസർ തന്നെ നോക്കിയാൽ മതി. 1ൻ്റെ ആൻസർ ഓൾറെഡി നമ്മളിവിടെ നോക്കിയിരുന്നു, 3413, 0.3413 ആണ്. അപ്പോൾ ഇവിടെ 0.3413. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ ഒരു ചെറിയ കഷ്ണം കാണേണ്ടത്. ഇതിൻ്റെ ടോട്ടൽ ഈ പകുതി വരെയുള്ള വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം, 0.5 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ കഷ്ണം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ 0.5ൽ നിന്നും ഈ വലിയ കഷ്ണത്തെ കണ്ട് ഒഴിവാക്കിയാൽ ഈ ചെറിയ പോർഷൻ കിട്ടും അല്ലേ? അപ്പോൾ 0.5 - 0.3413 ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, അതേ ഫിഗർ അവിടെ വരച്ചിരിക്കുന്നത്. -1നെ ഈ സൈഡിൽ തന്നെ കാണിച്ചു, കാരണം ഈ ഭാഗത്തോട്ടല്ല നെഗറ്റീവ് വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ചെറിയ പോർഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ടോട്ടൽ 0.5 ആണ് ഇതുവരെ. അതിൽ നിന്നും ഈ ഒരു വലിയ കഷ്ണത്തിൻ്റെ വാല്യൂ മൈനസ് ചെയ്താൽ ഈ ഭാഗം കിട്ടുമല്ലോ. അപ്പോൾ 0.5 - 0.3413 എന്ന് വെച്ചാൽ 0.1587. ഇനി അതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടിയ ആൻസർ 15.87%. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ പ്രൊജക്ട് ഈസ് എക്സ്പെക്റ്റഡ് ടു ടേക്ക് 28 days along with critical path having a variance of 5. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പ്രൊജക്റ്റിൻ്റെ എക്സ്പെക്റ്റഡ് ടൈം 28 days ആണ്. അതിലെ വാരിയൻസ് എന്ന് പറയുന്നത് 5 ആണ്. ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രൊജക്ട് വിത്തിൻ 30 days? ആ പ്രൊജക്റ്റ് 30 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവാനുള്ള ചാൻസ് എന്ത്, പ്രോബിലിറ്റി എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൻ്റെ അതേപോലെ തന്നെ ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന ഓരോന്നും എടുത്ത് എഴുതുക. ഒന്ന് TE ഈക്വൽ ടു എത്രയാണ്? 28. അതുപോലെ സിഗ്മ, അത് ഇവിടെ എഴുതിയിട്ടില്ല, നമുക്കൊന്ന് എഴുതി ചേർക്കാം. TE ഈക്വൽ ടു 28. അതുപോലെ വാരിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക, 5. അപ്പോൾ അതുകൊണ്ട് therefore സിഗ്മ എത്രയായിരിക്കും? അതിൻ്റെ റൂട്ട് കാണാം, √5 കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.236. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 30 ദിവസത്തിനുള്ളിൽ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന സാധ്യത എന്ത്? 30 ദിവസത്തിനുള്ളിൽ ആ പ്രൊജക്റ്റ് തീരും എന്നതിനുള്ള സാധ്യത അല്ലെങ്കിൽ പ്രോബിലിറ്റി എന്തെന്നാണ്. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഡ്യൂ ഡേ എന്ന് പറയുന്നത് എത്രയാണ്?
ഡ്യൂ ഡേറ്റ് 30 അല്ലേ? ഇത്രയും കാര്യങ്ങളൊന്ന് എടുത്ത് എഴുതിയതിന് ശേഷം നമ്മുടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്തത് ആ ഇക്വേഷൻ എഴുതുക. പ്രോബിലിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രൊജക്ട് വിത്തിൻ 30 days ദാറ്റ് ഈസ് ഈക്വൽ ടു ഡ്യൂ ഡേറ്റ് മൈനസ് എക്സ്പെക്റ്റഡ് ഡേയ്സ് ഡിവൈഡഡ് ബൈ സിഗ്മ. ഡേയ്സിന് പകരം ടൈം എന്ന് കൊടുത്താലും കുഴപ്പമില്ല. ഇനി അടുത്തത് അല്ലെങ്കിൽ ഡേറ്റ് എന്ന് കൊടുത്താലും കുഴപ്പമില്ല. ഇനി സിഗ്മയുടെ വാല്യൂ ഓൾറെഡി നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്റ്റെപ്പാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി സെറ്റിൻ്റെ സ്ഥാനത്ത് ഡ്യൂ ഡേയ്സിന് പകരം 30 കൊടുക്കുക. എക്സ്പെക്റ്റഡ് ഡേയ്സ് എത്രയാണ്? 28 ബൈ 2.236 സിഗ്മയ്ക്ക് പകരം. അപ്പോൾ ആൻസർ 0.8944 എന്ന് വരും. ഓക്കെ, അപ്പോൾ സെറ്റിൻ്റെ വാല്യൂ കിട്ടിയ വഴിക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? അതിൻ്റെ നോർമൽ കർവ് വരയ്ക്കണം. നോർമൽ കർവ് എങ്ങനെ വരയ്ക്കാം? ഇവിടെ വരച്ചിട്ടില്ല, നിങ്ങളത് വരച്ച് ചേർത്താൽ മതി. നോർമൽ കർവ് വരയ്ക്കുന്നത് പിന്നെ അതിൻ്റെ സെൻറ്ററിൽ 0 അല്ലേ? ഇവിടെ കിട്ടിയിരിക്കുന്ന പോസിറ്റീവ് വാല്യൂ അല്ലേ 0.8944. അപ്പോൾ ഏത് സൈഡിലാണ് വരിക? ഈ സൈഡിലാണ് വരിക. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു വര വരച്ച് അതിൻ്റെ നേരെ 0.8944 എന്ന് എഴുതി. സെറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം? ആ കിട്ടിയ വഴിക്ക് ഇതിൻ്റെ ടേബിൾ വാല്യൂ കാണണം. ടേബിൾ വാല്യൂ കാണുക എന്ന് പറയുമ്പോൾ 0.8944 ആണ്. അപ്പോൾ വേഗം നോക്കൂ, 0.8 എന്ന രീതിയിൽ കിടക്കുന്നുണ്ടോ എന്ന് നോക്കാം. യെസ്, ഇതാ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് എന്ന് കരുതുന്നു. 0.8 ഇവിടെ കിടക്കുന്നുണ്ട്. 7 കഴിഞ്ഞ് 8 അതിൻ്റെ നേരെ നോക്കുക. 0.8 ഇവിടെ ഉണ്ട്. അപ്പം ഇനി 9 എവിടെ കിടക്കുന്നത് നോക്കുക. 8 ഇവിടെ 7 ഉണ്ട്. ഇനി 9 0.9 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 0.3133 എന്ന് കാണാം. കണ്ടോ? 0.3133 9ൻ്റെ നേരെ 0.89 ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 8 അവിടെ ഉണ്ടായിരുന്നു, 9 ഇവിടെ നോക്കുക, 0.3133 എന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടിയത് 0.3133 ഈ ഒരു പോർഷൻ. ഓക്കെ, ഇത്രയാണ് കിട്ടിയത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ റിക്വയർഡ് ഏരിയ കാണണം. റിക്വയർഡ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് പോസിറ്റീവ് സൈഡിലേക്കല്ല നമ്മളിത് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ റിക്വയർഡ് ഏരിയ എന്ന് പറയുമ്പോൾ ഏത് മുതൽ ഏത് വരെ വരും? ഇത്രയും പോർഷൻസ് വരും. ഓക്കെ, അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ ഒന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്യാം. നിങ്ങൾ വൃത്തിയിൽ ചെയ്യണം. ഇവിടെ ഞാൻ അപ്പോൾ വേഗം ചെയ്യാണ്, ഷെയ്ഡ് ചെയ്തു. അപ്പോൾ നമുക്കിനി കാണേണ്ടത് ഇത്രയും പോർഷനാണ്. ഇത്രയും പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെ 0.5 ആണ്. പ്ലസ് ഈ ഒരു വാല്യൂം കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.5 പ്ലസ് ഇത് 0.3133. ഇതാണ് ഇതിൻ്റെ റിക്വയർഡ് ഏരിയ. അതിൻ്റെ ആൻസർ ആയിരിക്കും ഇതിൻ്റെ റിക്വയർഡ് ഏരിയ. അപ്പോൾ മനസ്സിലാക്കണം, ഇങ്ങനെ സെറ്റിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ വഴിക്ക് നമ്മൾ ടേബിൾ വാല്യൂ കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ നോർമൽ കർവ് വരച്ച് നോക്കണം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇവിടെ അത് കാണിച്ചിട്ടുണ്ട്, അവിടെ റഫായിട്ടൊന്ന് വെറുതെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 0.5 പ്ലസ് ഇവിടെ കിട്ടിയ ആൻസർ എത്രയാണ്? 0.3133. അതാണ് ഇവിടെ ഈ പ്രോസസ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഇങ്ങനെ വരും. ഇനി അതിൻ്റെ പെർസെൻറ്റേജിലേക്ക് മാറ്റിയാൽ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. അപ്പോൾ എത്ര കിട്ടുക? 81.33%. അപ്പോൾ ഡൗട്ടൊന്നും ഇല്ലയെന്ന് കരുതുന്നു, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ സൈഡിൽ ഉള്ളതൊന്നും നിങ്ങൾ എഴുതണം എന്നില്ല, ഓപ്ഷനിലാണ് അതൊക്കെ, നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഇതേപോലെ തന്നെ മറ്റൊരു പ്രോബ്ലം. കൺസിഡർ എ പ്രൊജക്ട് കൺസിസ്റ്റിംഗ് ഓഫ് 7 ജോബ്സ്. 7 ടാസ്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റിയാണ് തന്നിരിക്കുന്നത് എ മുതൽ ജി വരെ വിത്ത് ദ ഫോളോയിങ് പ്രസിഡൻസ് റിലേഷൻസ് ആൻഡ് ടൈം എസ്റ്റിമേറ്റ്സ് ഇൻ ഡേയ്സ്. ഡേയ്സിൻ്റെ ബേസിലാണ് ടൈം എസ്റ്റിമേറ്റ്സ് തന്നിരിക്കുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ജോബിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ടാസ്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ആക്ടിവിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കുറേ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെയൊക്കെ പ്രഡസസർ തന്നിട്ടുണ്ട്, ചിലതിന് പ്രഡസസർ ഇല്ല. പിന്നെ ഓപ്റ്റിമിസ്റ്റിക്, മോസ്റ്റ് പ്രോബിൾ, അതുപോലെ പെസിമിസ്റ്റിക് ടൈമൊക്കെ തന്നിട്ടുണ്ട് അതിൻ്റെ വാല്യൂസും. അപ്പോൾ എ മുതൽ ജി വരെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി വാല്യൂസ് ഇവിടെ കാണാം. ഇനി ചോദിച്ചിരിക്കുന്നത് ഡ്രോ ദ നെറ്റ്വർക്ക് പ്രൊജക്ട് നെറ്റ്വർക്ക് ആൻഡ് ഡിറ്റർമൈൻ ദ എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ. ഇത് കാണണം. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രൊജക്ട് 3 days ഏർലിയർ ദാൻ എക്സ്പെക്റ്റഡ്. അതായത് ആ എക്സ്പെക്റ്റഡ് ടൈമിനേക്കാൾ 3 ദിവസം മുന്നേ ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യത എന്ത്? ഇനി അടുത്തത് ആൾസോ കാൽക്കുലേറ്റ് ദ പ്രോബിലിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രൊജക്ട് മോർ ദാൻ 5 days ലേറ്റർ ദാൻ എക്സ്പെക്റ്റഡ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനാദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ഈ ബോക്സ് ഒന്ന് വൃത്തിയിൽ ക്ലിയർ ആയിട്ട് എഴുതണം. അപ്പോൾ ആ ബോക്സ് ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി ആ ബോക്സ് എഴുതുന്നതിന് മുന്നേ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? അതിൻ്റെ പ്രൊജക്റ്റ് നെറ്റ്വർക്ക് വരയ്ക്കണം എന്ന്, അല്ലേ?
അപ്പോൾ ആ പ്രൊജക്റ്റ് നെറ്റ്വർക്ക് വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആദ്യം തന്നെ ആ നെറ്റ്വർക്ക് അങ്ങ് വരയ്ക്കുക. അതിനുള്ള ക്ലൂ ഇവിടെ നമ്മുടെ കയ്യിലുണ്ട്. കാരണം നോക്കൂ, ഓരോ ആക്ടിവിറ്റിയുടെ പേരും അതുപോലെ ആ ആക്ടിവിറ്റിയുടെ പ്രൊഡസസറും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാം. അതെങ്ങനെ വരയ്ക്കാമെന്നൊക്കെ നിങ്ങളോട് ഫസ്റ്റിലേ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫിഗർ. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫിഗർ വരയ്ക്കാം. എന്നിട്ട് ബാക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ ആ രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. എന്നാലേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. ആദ്യം ആ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആദ്യം ആ ഫിഗർ എങ്ങനെ വരുന്നത് നോക്കാം. ഫിഗർ ഏകദേശം ഈ രീതിയിലാണ് വരിക. അതായത് മുഴുവനൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട്. എ എന്ന് പറയുന്ന അതിൻ്റെ പ്രൊഡസസർ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഫസ്റ്റ് ഈവൻറ്റിൽ നിന്നും പോകുന്ന ഒരു ആക്ടിവിറ്റി എ ആയിരിക്കും എന്ന രീതിയിൽ വരയ്ക്കാം. കണ്ടോ, എ എന്നുള്ള ആക്ടിവിറ്റി പോയി. ഫസ്റ്റ് ഈവൻറ്റിൽ നിന്നും എ എന്നുള്ള ആക്ടിവിറ്റി. ഇനി അടുത്തത് ബിയുടെ തൊട്ട് മുന്നേ വരുന്ന ആക്ടിവിറ്റി ഏതാ? പ്രൊഡസസർ എ. അപ്പോൾ എ കഴിഞ്ഞ ഉടനെ ഏതൊക്കെ വരണം? എ എന്നുള്ള പ്രൊഡസസർ 2 എണ്ണത്തിന് വരുന്നുണ്ട്, ബിക്കും സിക്കും വരുന്നുണ്ട്. അപ്പോൾ എ കഴിഞ്ഞ ഉടനെ എയിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ ബിയും സിയും വരയ്ക്കാം. എയിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ കണ്ടോ, എ ഇതല്ലേ, അതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ ബിയും വരയ്ക്കാം, സിയും വരയ്ക്കാം. അങ്ങനെ ഓരോന്നും നോക്കി ഇങ്ങനൊരു ഫിഗറാണ് നമുക്ക് കിട്ടുക. കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഈ ടൈപ്പിലുള്ള കുറേ പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. ഓക്കെ, ഇനി അത് പ്രോബ്ലം വരച്ച ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്നും അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഫിഗർ വരച്ച ശേഷം ഫോർവേഡ് പാസ് കാൽക്കുലേഷനിലും അതുപോലെ ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷനിലും ചെയ്തിട്ട് അതിൽ ഓരോ വാല്യൂസും കണ്ടെത്തുക. E1 മുതൽ E6 വരെ, അതുപോലെ L1 മുതൽ L6 വരെയുള്ള വാല്യൂസ് കണ്ടെത്തുക. ആ കിട്ടിയ ഓരോന്നും എന്ത് ചെയ്യണം, ഈ ഫിഗറിൽ എഴുതി ചേർക്കണം. എന്നിട്ട് അതിന് ശേഷം ഒരേ വാല്യൂ വരുന്നത് E1ഉം L1, E2, L2 അങ്ങനത്തെ ഒക്കെ കുറേ വാല്യൂസ് ഉണ്ടല്ലോ. ലേറ്റസ്റ്റ് ടൈമും ഏർലിയസ്റ്റ് ടൈമും ഒരേ വാല്യൂ വരുന്നത് ഏതാണോ അതിനൊക്കെ ഡബിൾ ലൈനിലൂടെ അതിൻ്റെ ക്രിട്ടിക്കൽ പാത്താണെന്ന് കാണിക്കുക. എന്നിട്ട് ആ കിട്ടിയ ആൻസർ ഒന്ന് ഇവിടെ എടുത്തെഴുതാം. ഇവിടെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് 1 to 2, 2 to 3, 3 to 4, 4 to 5, 5 to 6 ആണ്. കാരണം അതിൻ്റെയൊക്കെ വാല്യൂസ് ഒരേപോലെ വരുന്നത്. ഇനി അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6 എന്ന് മാത്രം എഴുതിയാൽ മതിയാവും. ഓക്കെ, ഇനി അതിൻ്റെ ഡ്യൂറേഷൻ, ടോട്ടൽ ഡ്യൂറേഷൻ എത്ര എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡ്യൂറേഷനും ഇതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവണം. ഡ്യൂറേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമ്മളത് കണ്ടെത്തണം. ഇല്ല, തന്നിട്ടില്ല, ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ തന്നിരിക്കുന്ന ഇക്വേഷൻ ഉപയോഗിച്ച്, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടെത്തിയാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് എന്താ, ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്തത് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ അതിൻ്റെ ഫിഗർ വരച്ചു. അതാണ് ഈ കാണുന്നത്. ഫിഗർ വരച്ച ശേഷം നമ്മൾ എന്താ ചെയ്തത്, രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഫിഗർ വരയ്ക്കുക. ഫിഗർ വരച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഫോർവേഡ് പാസ് കാൽക്കുലേഷൻ, ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷൻ ചെയ്യുക. അതിൽ കിട്ടിയ ഓരോ വാല്യൂസ് ഇതിൽ അടയാളപ്പെടുത്തുക. പിന്നെ അതിന് ശേഷം ക്രിട്ടിക്കൽ പാത്ത് കണ്ടെത്തി അത് ഡബിൾ ലൈനിലൂടെ കാണിക്കുക. പിന്നീട് ആ കിട്ടിയ ആൻസർ ഒന്ന് എടുത്ത് എഴുതുക. ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഇതാണ്, ക്രിട്ടിക്കൽ പാത്ത് ഇതാണെന്നൊന്ന് എടുത്ത് എഴുതുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതിൻ്റെ ബോക്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ അടുത്ത സ്റ്റെപ്പിലാണ് ബോക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ബോക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആക്ടിവിറ്റി അതുപോലെ TO എന്ന് വെച്ചാൽ ഓപ്റ്റിമിസ്റ്റിക് ടൈം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതുപോലെ എഴുതുന്നു. TPയുടെ വാല്യൂ തന്നിട്ടുണ്ട്, അത് അതുപോലെ എഴുതുന്നു. TMൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, അത് അതുപോലെ എഴുതുന്നു. ഇനി നമ്മൾ കാണേണ്ടത് TEയുടെ വാല്യൂ. TEയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, അത് ഇതിൻ്റെ നേരെ എഴുതി ചേർക്കണം. അതിവിടെ താഴെയാണ് ഇവർ എഴുതിയിരിക്കുന്നത്. TE = ഇക്വേഷൻ എഴുതുക, എന്നിട്ട് ഓരോന്നും കണ്ടെത്തുക. അതുപോലെ വാരിയൻസ് കാണാനുള്ള ഇക്വേഷനും ഇവിടെ എഴുതി ചേർക്കണം, എന്നിട്ട് അതും കണ്ടെത്തുക. ഇനി വേറൊരു കാര്യം, നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ A മുതൽ G വരെയുള്ള പേരായിട്ടാണ് തന്നിരിക്കുന്നത് ജോബ് അല്ലേ. പക്ഷെ അതിൻ്റെ ആക്ടിവിറ്റി ഇത്ര മുതൽ ഇത്ര വരെയൊന്നും തന്നിട്ടില്ല. പക്ഷേ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മൾ ക്വസ്റ്റ്യനിൽ ഇതിൽ ആദ്യം ചെയ്ത് നമ്മൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, ആ ഫിഗർ വരയ്ക്കാൻ വേണ്ടതെന്ന് പറഞ്ഞു. ആ ഫിഗർ നോക്കിയിട്ട് A എന്ന ആക്ടിവിറ്റി എങ്ങനെയാണ്, ഏത് ഈവൻറ്റിൽ നിന്ന് ഏത് ഈവൻറ്റിലേക്കാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. A എന്ന ആക്ടിവിറ്റി 1ൽ നിന്ന് 2ലോട്ടാണ്, B എന്ന ആക്ടിവിറ്റി 2ൽ നിന്ന് 3ലോട്ടാണ് എന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അത് അതുപോലെ ഇതിൽ നോക്കിയിട്ട് ആ ഫിഗറിൽ നോക്കിയിട്ട് Aയുടെ 1 to 2, Bയുടെ 2 to 3, Cയുടെ 2 to 4 എന്ന രീതിയിലൊന്ന് നോക്കി എഴുതുക ഈ സൈഡിൽ. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഈ ബോക്സ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നമുക്ക് കിട്ടിയ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഏതൊക്കെയാണോ അതൊന്ന് റൗണ്ട് ചെയ്യുക. ഇപ്പോൾ 1, 2, 2, 3 ഇതില്ല കേട്ടോ. 3, 4, 4, 5, 5, 6 ഇത്രയാണ് നമ്മുടെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. അതിൻ്റെ നേരെ വരുന്ന എക്സ്പെക്റ്റഡ് ടൈം ഒന്ന് റൗണ്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ,
അതുപോലെ വാരിയൻസ് വാല്യൂവും ഒന്ന് റൗണ്ട് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിൻ്റെയൊക്കെ ടോട്ടൽ വാല്യൂ കാണാം. ഇതാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ എക്സ്പെക്റ്റഡ് ടൈം, അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ. 5+9+8+6+4 എന്ന് വെച്ചാൽ 32 എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ, ടോട്ടൽ ഡ്യൂറേഷൻ. പിന്നെ വാരിയൻസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ കാണുമ്പോൾ 1+1+1 അങ്ങനെ ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. സിഗ്മ സ്ക്വയറും കിട്ടി. ആ കിട്ടിയ ആൻസറൊക്കെ ഒന്നുകൂടി ഇവിടേക്ക് എടുത്ത് എഴുതുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ദ എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ ഓഫ് ദ പ്രൊജക്ട് ഈസ് 32 days. അതെങ്ങനെ കിട്ടി എന്നുള്ളത് ബ്രാക്കറ്റിൽ കാണിച്ചിട്ടുണ്ട്, ഏതൊക്കെ വാല്യൂസ് ആഡ് ചെയ്യുമ്പോഴാണെന്ന്. ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞു തന്നില്ലേ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിനിലേക്ക് പോവാം. പ്രോബിലിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രൊജക്ട് 3 days ഏർലിയർ ദാൻ എക്സ്പെക്റ്റഡ് എന്നതായിരുന്നു ആദ്യത്തേത്. എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ആ പ്രൊജക്ട് ഈ 32 ദിവസത്തിന് മുന്നേ 3 ദിവസം മുന്നേ തന്നെ തീരാനുള്ള ചാൻസ് എന്ത് എന്നാണ്. എന്ന് വെച്ചാൽ ഡ്യൂ ടൈം എന്ന് പറയുമ്പോൾ 32 - 3 എന്നാണ് വരിക. ക്ലിയർ? അപ്പോൾ ഡ്യൂ ടൈം 32 - 3 29 കിട്ടും. പിന്നെ സിഗ്മയുടെ വാല്യൂ നമുക്ക് എത്ര, സിഗ്മ സ്ക്വയർ എത്രയായിരുന്നു? സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 5 ആയിരുന്നു അല്ലേ? അപ്പോൾ സിഗ്മ എത്രയായിരിക്കും? √5 എന്ന് വെച്ചാൽ ഈ വാല്യൂ വരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, വാല്യൂ ഒക്കെ കിട്ടി. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡ്യൂ ഡേറ്റിന് പകരം 29 മൈനസ് എക്സ്പെക്റ്റഡ് ഡേറ്റിന് പകരം 32 ഡിവൈഡഡ് ബൈ സിഗ്മയുടെ വാല്യൂ. അപ്പോൾ ആൻസർ എത്ര കിട്ടി? -1.342 എന്നാണ് കിട്ടുക. ഇത് കിട്ടിയ വഴിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ടേബിൾ വാല്യൂ കണ്ടെത്തണം. സെറ്റിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ നമ്മൾ വേഗം ലോഗരിതം ടേബിൾ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ടേബിൾ വാല്യൂ കണ്ടെത്തുക. അങ്ങനെ ടേബിൾ വാല്യൂ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? അതിൽ വാല്യൂ എത്രയാണ്? 1.342 എന്നാണ്. ഒരിക്കലും ടേബിളിൽ, അതായത് ലോഗരിതം ടേബിളിൽ നെഗറ്റീവ് വാല്യൂവിൻ്റെ കറക്റ്റ് ആൻസർ അല്ല ഉണ്ടാവുക, അതിൽ പോസിറ്റീവ് വാല്യൂ ആണ് ഫുൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വാല്യൂ നോക്കുന്ന സമയത്ത് ഈ മൈനസ് അങ്ങ് ഒഴിവാക്കുക. 1.342 എന്ന് പറഞ്ഞാൽ 1.3 ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ വേഗം ടേബിൾ എടുക്കുക. അതിൽ 1.3A4 നമുക്ക് നോക്കാം. അപ്പോൾ 1.3 എവിടെ കിടക്കുന്നത് നോക്കുക. 1.34 ആണ് കാണേണ്ടത്. അപ്പോൾ നോക്കൂ, 1.3 ഇവിടെ ഉണ്ട്. ഇനി 4 ഈ കോളത്തിൽ നോക്കുക. 4 ഇവിടെ ഉണ്ട്, കണ്ടോ? അപ്പോൾ 1.34 ഇങ്ങനെ സ്കെയിൽ വെച്ച് നോക്കുക. 1.34 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം 0.4099 എന്ന് കാണാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഏരിയ ആസ് പെർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ നോർമൽ കർവ് ഈസ് 0.4099 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? അത് കിട്ടിയ വഴിക്ക് നിങ്ങളോട് പറഞ്ഞിരുന്നു നോർമൽ കർവ് വരയ്ക്കണം എന്ന്. നോർമൽ കർവ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ കിട്ടിയ ആൻസർ ഒന്ന് ഇതിലൊന്ന് അടയാളപ്പെടുത്തണം. അപ്പോൾ നോർമൽ കർവ് എന്ന് പറയുമ്പോൾ ഒരു ബെൽ ഷേപ്പ് വരയ്ക്കുന്നു, അതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ വരച്ച് 0 എന്ന് എടുക്കുന്നു. ഈ ഭാഗത്തേക്ക് പോസിറ്റീവ് വാല്യൂ ആണ് അടയാളപ്പെടുത്തുക, ഈ ഭാഗത്തേക്ക് നെഗറ്റീവ് വാല്യൂ ആണ് അടയാളപ്പെടുത്തുക. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്, -1.342 ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ സൈഡിൽ എവിടെയെങ്കിലും ഒരു ലൈൻ വരച്ച് അതാണ് -1.342 എന്ന് കാണിക്കാം. ഇനി നമുക്ക് വേണ്ടത്, ഇത് മൈനസ് വാല്യൂ അല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഏരിയ ഈ ഒരു സൈഡിലോട്ടുള്ള ഏരിയ ആയിരിക്കും. ഈ ഒരു ചെറിയ പോർഷനാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്, റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞിട്ട്. കേട്ടല്ലോ? അത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ടേബിൾ വാല്യൂ കാണുക എന്നുള്ളത്. ടേബിൾ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടെത്തിയല്ലോ, എത്രയാ? 0.4099. ആ കിട്ടിയ ആൻസർ ഈ ഒരു പോർഷൻ്റെ വാല്യൂ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിവിടെ എഴുതി വെച്ചു. ഇനി നമ്മൾ കാണേണ്ടത് റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗമാണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക. നെഗറ്റീവിലേക്ക് പോകുമ്പോൾ, അതായത് ഈ സൈഡിലോട്ടാണ് നിങ്ങളുടെ വാല്യൂ വരുന്നതെങ്കിൽ ഈ ഭാഗമായിരിക്കും നിങ്ങൾക്ക് കാണേണ്ടത്. അങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇത് മുതൽ ഇതുവരെ പകുതി എത്രയെന്ന് നമുക്കറിയാം? 0.5 ആണെന്ന് അറിയാം. അതിൽ നിന്നും ഈ ഒരു വലിയ കഷ്ണം അങ്ങ് ഒഴിവാക്കിയാൽ ഈ ഒരു ചെറിയ കഷ്ണത്തിൻ്റെ വാല്യൂ കിട്ടുമല്ലോ. എന്ന് വെച്ചാൽ 0.5 മൈനസ് ഈ വാല്യൂ 0.4099. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കിട്ടും. അതായത് 0.5 മൈനസ് 0.4099 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0901. ഓക്കെ, അപ്പോൾ റിക്വയർഡ് ഏരിയ അങ്ങനെയാണ് കാണുന്നത്. ഇനി അതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? പെർസെൻറ്റേജിലേക്ക് മാറ്റാം. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 9.01% എന്ന് വരും. ക്ലിയർ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. പ്രോബിലിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രൊജക്ട് നോ മോർ ദാൻ 5 days ലേറ്റർ ദാൻ എക്സ്പെക്റ്റഡ്. എന്ന് വെച്ചാൽ 32 ദിവസമാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതിനേക്കാൾ 5 ദിവസം കൂടുതലായിട്ടാണ് ഡ്യൂ ടൈം വരുന്നതെങ്കിൽ ആ കേസിൽ അത് പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവാനുള്ള ചാൻസ് എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം 5 ദിവസം കൂടുതൽ എന്ന് പറയുമ്പോൾ 32 + 5 ചെയ്യാം, അതായിരിക്കും അതിൻ്റെ ഡ്യൂ ടൈം. അപ്പോൾ 37. പിന്നെ വാരിയൻസിൻ്റെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഇക്വേഷൻ എഴുതി അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡ്യൂ ടൈമിന് പകരം 37 മൈനസ് എക്സ്പെക്റ്റഡ് ടൈം എത്രയാണ്? 32 ഡിവൈഡഡ് ബൈ സിഗ്മയുടെ വാല്യൂ. അപ്പോൾ 2.24 എന്ന് വരും. അപ്പോൾ സെറ്റിൻ്റെ വാല്യൂ എന്താണ്? പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്, 2.24.
അപ്പം തന്നെ നമ്മൾ ടേബിൾ വാല്യൂ നോക്കുക. 2.24 എത്രയാണ് ആൻസർ വരുന്നത് നോക്കാം. ടേബിൾ എടുക്കുന്നു, അതിൽ 2.2 എവിടെ കിടക്കുന്നത് നോക്കുക. 2.2 ഇവിടെയാണ്. ഇനി 4 എവിടെ കിടക്കുന്നത് നോക്കുക. ഇതിൽ കണ്ടോ 4 ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ സ്കെയിൽ വെച്ച് നിങ്ങൾക്ക് തെറ്റരുത്, അതിന് സ്കെയിൽ വെച്ച് നോക്കിയാൽ മതി. 2.24 എത്രയാണ് വരുന്നത്? 0.4875 എന്ന് കാണാം. അതായിരിക്കും അതിൻ്റെ ടേബിൾ വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അത് തന്നെയാണോ എന്ന്. യെസ്, കറസ്പോണ്ടിങ് ഏരിയ ആസ് പെർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഓഫ് നോർമൽ കർവ് ഈസ് 0.4875. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നോർമൽ കർവ് അപ്പം തന്നെ വരച്ച് നോക്കുക. അപ്പോൾ നോർമൽ കർവ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇത് ബെൽ ഷേപ്പ് വരയ്ക്കുന്നു, പിന്നീട് അതിൻ്റെ സെൻറ്റർ ലൈൻ വരയ്ക്കുന്നു, 0 എന്ന് കൊടുക്കുന്നു. ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് സെറ്റിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. 2.24 അല്ലേ? അപ്പോൾ ഏത് സൈഡിലാണ് നമ്മളത് കാണിക്കേണ്ടത്? ഈ സൈഡിൽ, ഈ ഭാഗമല്ലേ പോസിറ്റീവ് സൈഡ്. അപ്പോൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ലൈൻ വരച്ച് 2.24 എന്ന് എഴുതുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിൻ്റെ റിക്വയർഡ് ഏരിയ കാണണം. ഇതിൻ്റെ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ 2.24 വരെയാണ്. എന്ന് വെച്ചാൽ ഈ ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെയാണ് നമുക്ക് കാണേണ്ടത്. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ 2.24ൻ്റെ ഈ ഒരു ചെറിയ പോർഷൻ്റെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. എത്രയാ? 0.4875 എന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വാല്യൂ കാണാൻ ഈ പകുതി വാല്യൂ ഓൾറെഡി നമുക്കറിയാലോ എത്രയായിരിക്കും? 0.5 ആണ്, പ്ലസ് ഈ വാല്യൂ എന്ന് വെച്ചാൽ 0.4875. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഇങ്ങനെ വരും. ഇനി അതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതായിരിക്കും ആൻസർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതും കംപ്ലീറ്റ് ആയി. ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. ഈ ടൈപ്പിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് പഠിക്കാം. ഓക്കെ, അടുത്തതും ഇതേപോലെ തന്നെയാണ്. സ്പീഡിൽ പറഞ്ഞു പോവാണ്, കാരണം ഓൾറെഡി കുറേ പ്രോബ്ലം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ചെയ്തു കഴിഞ്ഞു. A small project is composed of 7 activities whose time estimates are detailed below. താഴെ തന്നിരിക്കുന്ന പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവുന്നത് 7 ആക്ടിവിറ്റിയിലൂടെയാണ്. അതിൻ്റെ ടൈം എസ്റ്റിമേറ്റ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് കുറേ ഡാറ്റ തന്നിട്ടുണ്ട്. പിന്നെ ഓപ്റ്റിമിസ്റ്റിക് ടൈം, മോസ്റ്റ് ലൈക്ലി, പെസിമിസ്റ്റിക് ടൈം തന്നിട്ടുണ്ട്. ഡേയ്സിൻ്റെ ബേസിലാണ് തന്നിരിക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പാത്ത് ആൻഡ് എക്സ്പെക്റ്റഡ് പ്രൊജക്ട് ഡ്യൂറേഷൻ. What is the probability that the project will be completed at least 5 days earlier than expected? അതായത് എക്സ്പെക്റ്റഡ് ടൈമിനേക്കാൾ 5 ദിവസം മുന്നേ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസസ് എന്ത്, പ്രോബബിലിറ്റി എന്തെന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിൽ ഫിഗർ വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അതിൻ്റെ ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. എന്നാലല്ലേ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഫിഗർ വേണമെങ്കിൽ നമുക്ക് വരച്ചാൽ ഒരു ഐഡിയ കിട്ടും. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ക്രിട്ടിക്കൽ പാത്തും പ്രൊജക്റ്റ് ഡ്യൂറേഷനും ഒക്കെ ചോദിച്ചത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഫിഗർ ആദ്യം അങ്ങ് വരയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിലങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഫിഗർ വരയ്ക്കാതെ ആ ബോക്സ് ക്രിയേറ്റ് ചെയ്യുക ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഫിഗർ വരയ്ക്കാം. ഫിഗർ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 1 2 1 3 1 4 എന്ന രീതിയിലാണെന്ന് വെച്ചാൽ 1ൽ നിന്ന് തന്നെ 2 3 4 സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ ഫിഗർ വരയ്ക്കാം. കണ്ടോ? 1ൽ നിന്ന് 2 3 4 സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക. ബാക്കിയൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഫിഗർ വരച്ച ശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞതല്ലോ, എന്താണ്? ഫോർവേഡ് പാസ് കാൽക്കുലേഷനും ചെയ്യുക, ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷനും ചെയ്യുക. അതിൻ്റെയൊക്കെ വാല്യൂ E1 മുതൽ E5 വരെയും L1 മുതൽ L6 വരെയും, 6 വരണ്ടല്ലേ, E1 E6 വരെയും അതുപോലെ L1 മുതൽ L6 വരെയും നമുക്ക് വാല്യൂ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? ഈ ഫിഗറിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിൽ ഒരേ വാല്യൂ വരുന്നതിൽ നേരെ ഡബിൾ ലൈൻ വരച്ച് ആ ക്രിട്ടിക്കൽ പാത്ത് കാണിക്കാം. എന്നിട്ട് ക്രിട്ടിക്കൽ പാത്ത് 1 2 5 6 ആണെന്നും ക്രിട്ടിക്കൽ ആക്ടിവിറ്റി 1 to 2 2 to 5 5 to 6 ആണെന്നും ഒന്ന് എഴുതി വയ്ക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രം എന്ത് ചെയ്യുക? ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. ബോക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്ടിവിറ്റി അതുപോലെ എഴുതുന്നു. പിന്നെ ഇവിടെ ഓപ്റ്റിമിസ്റ്റിക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന TO, മോസ്റ്റ് ലൈക്ലി TM, പെസിമിസ്റ്റിക് TP അത് അതുപോലെ എഴുതി. പിന്നീട് നമ്മൾ കാണേണ്ടത് എന്താ? അതിൻ്റെ ഡ്യൂറേഷൻ. ഓരോ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്യുക ഡ്യൂറേഷൻ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടെത്തണം. അത് കാണാനുള്ള ഇക്വേഷൻ അറിയാം, TE = ഇതാണ് ഇക്വേഷൻ. അതിവിടെ ഇതിൻ്റെ നേരെ എഴുതിക്കോളൂ. എന്നിട്ട് ഇത് ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് അതിൻ്റെ വാല്യൂ കണ്ടെത്തുക. പിന്നെ അതുപോലെ വാരിയൻസ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. വാരിയൻസ് = എന്തായിരുന്നു? ഇതിന് മുന്നുള്ള പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. വാരിയൻസ് = TP - TO / 6 ഹോൾ സ്ക്വയർ. ആ ഇക്വേഷനും ഇവിടെ എഴുതി വെച്ചിട്ട് അതിൻ്റെയും വാല്യൂ കണ്ടെത്തുക. ക്ലിയർ? ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കണ്ടെത്തിയ ആ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഏതാണോ അതൊന്ന് റൗണ്ട് ചെയ്ത് വയ്ക്കാം. അതിൻ്റെ നേരെ വരുന്ന എക്സ്പെക്റ്റഡ് ആക്ടിവിറ്റി ഒന്ന് റൗണ്ട് ചെയ്ത് വയ്ക്കാം. 2 to 5ൻ്റെ നേരെ 7, 5 to 6ൻ്റെ നേരെ 4. അതേപോലെ വാരിയൻസും ഒന്ന് റൗണ്ട് ചെയ്ത് വയ്ക്കാം. അതിൻ്റെ നേരെ വരുന്നത്, കാരണം ഇത് നമുക്ക് ആവശ്യമുണ്ട്.
അപ്പോൾ ഇവിടെ ടോട്ടൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ എത്രയായി? 7 + 4 + 6 6 + 4 10 + 7 17. അപ്പോൾ 17 എന്ന് വരും. 17 എന്നാണ് അതിൻ്റെ എക്സ്പെക്റ്റഡ് ടൈം ടോട്ടൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്നും നമുക്കിവിടെ എടുത്ത് എഴുതേണ്ടി വരും. ക്രിട്ടിക്കൽ പാത്ത് 1 to 5 6 ആണ്. എക്സ്പെക്റ്റഡ് പ്രൊജക്റ്റ് ഡ്യൂറേഷൻ 17 ആണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബിലിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രൊജക്റ്റ് അറ്റ്ലീസ്റ്റ് 5 days ഏർലിയർ ദാൻ എക്സ്പെക്റ്റഡ്. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ എത്രയാ? 17. അതിനേക്കാൾ, അതായത് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്, അതിനേക്കാൾ 5 ദിവസം മുന്നേ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യത എന്ത് എന്ന് ചോദിച്ചാൽ അവിടെ ഡ്യൂ ടൈം എന്ന് പറയുന്നത് 17 - 5 ആയിരിക്കും. അപ്പോൾ 17 - 5 12. അപ്പം ഇനി ആ ഇക്വേഷൻ എഴുതുക, ഡ്യൂ ഡേറ്റ് മൈനസ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഡിവൈഡഡ് ബൈ സിഗ്മ. അതിൽ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് എത്രയാ? 12. അപ്പോൾ അവിടെ 12 എന്ന് കൊടുക്കുക. മൈനസ് എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാ? 17 ഡിവൈഡഡ് ബൈ സിഗ്മ. സിഗ്മ എന്ന് പറയുമ്പോൾ സിഗ്മ സ്ക്വയർ ഓൾറെഡി നമുക്കറിയാം. ഇതിൻ്റെ ടോട്ടൽ കാണാം, 111 0.111 4 + 1. അപ്പോൾ സിഗ്മ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ആൻസറാണ് കിട്ടുക. അപ്പോൾ സിഗ്മ എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ട് കണ്ടാൽ മതി. അപ്പോൾ 2.26 എന്ന് വരും. അപ്പോൾ ഈ ഇക്വേഷനിൽ സിഗ്മയുടെ സ്ഥാനത്ത് ഈ വാല്യൂ കൊടുക്കുക. അപ്പോൾ സെറ്റിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് -2.21 എന്നായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ സെറ്റിൻ്റെ വാല്യൂ കിട്ടിയ വഴിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ടേബിൾ വാല്യൂ കണ്ടെത്തുക. വേഗം നോർമൽ കർവിൻ്റെ പേജ് എടുക്കുക. അതിൽ ടേബിൾ വാല്യൂവിൽ എന്ത് കാണണം? അവിടെ നെഗറ്റീവ് വാല്യൂ ഉണ്ടാവില്ലേ? നെഗറ്റീവ് ഒഴിവാക്കിയിട്ട് കാണാം. 2.21 എത്ര ആൻസർ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നോക്കുക, ആ ടേബിൾ എടുക്കുന്നു, അതിൽ 2.21 എന്നല്ലേ, അപ്പോൾ 2.2 ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി 1 ഈ മുകൾ ഭാഗത്ത് നോക്കുക, 1 ഇവിടെയുണ്ട്. അപ്പോൾ 2.21 എന്ന് പറയുമ്പോൾ 0.48645 എന്ന് കാണാം. അതുതന്നെയാണോ ആൻസർ? യെസ്, 0.48645. ആ 5 അവിടെ നിന്ന് ഒഴിവാക്കിയെന്ന് മാത്രം, 4 ഡിജിറ്റിൽ അവസാനിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ഏരിയ ആസ് പെർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഓഫ് നോർമൽ കർവ് ഈസ് 0.4864 എന്ന് കിട്ടി. ഇനി നമ്മൾ പിന്നീട് ചെയ്യേണ്ട കാര്യം എന്താ? വേഗം നോർമൽ കർവ് വരയ്ക്കുക. ആ സെൻറ്ററിലൊരു ലൈൻ വരച്ച് 0 ഇട്ടു. ഇത് നെഗറ്റീവ് വാല്യൂ അല്ലേ? അപ്പോൾ ഏത് സൈഡിലാണ് ആ ഏരിയ വരിക? റിക്വയർഡ് ഏരിയ ഈ സൈഡിലാണ് നമുക്കറിയാം. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു വര വരച്ച് -2.21 എഴുതാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട റിക്വയർഡ് ഏരിയ ഈ ഒരു പോർഷനാണ്. ഈ ഒരു പോർഷൻ എങ്ങനെ കണ്ടെത്തും? ഈ ഭാഗത്തെ വാല്യൂ നമുക്കിപ്പോൾ അറിയാം. എത്രയാണ്? 0.4864 ആണ് ഇപ്പോൾ കണ്ടെടുത്തിയത്. അത് ഈ ഭാഗത്താണ് വരിക. അപ്പോൾ ഈ ഒരു ചെറിയ കഷ്ണം കാണാൻ ടോട്ടൽ എത്രയാണ്? 0.5 ആണ് ഇത്രയും ഭാഗം. അതിൽ നിന്ന് ഈ ഒരു ഭാഗം കണ്ട് ഒഴിവാക്കിയാൽ പോരെ, -0.4864. അപ്പോൾ ആൻസർ ഇങ്ങനെ വരും. ഇനി അതിൻ്റെ പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1.36% എന്ന് വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരേ പ്രോബ്ലം തന്നെയാണ് പല ഡാറ്റ തന്നിട്ട് ചോദിക്കുന്നത്. എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ അറിയണം. അപ്പോൾ ഒരു പ്രോബ്ലം തന്നെ കുറേ തവണ ചെയ്ത് പഠിക്കാം. ക്ലിയർ? അടുത്തതും ഇതുപോലെ തന്നെ, എ സ്മോൾ പ്രൊജക്ട് ഈസ് കമ്പോസ്ഡ് ഓഫ് 8 ആക്ടിവിറ്റീസ് whose ടൈം എസ്റ്റിമേറ്റ്സ് ആർ ഗിവൺ ബിലോ. ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ചോദ്യം, ഡ്രോ ദ പ്രൊജക്ട് നെറ്റ്വർക്ക് ആൻഡ് ഐഡന്റിഫൈ ഓൾ ദ പാത്സ് ത്രൂ ഇറ്റ്. അടുത്തത്, വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് പ്രൊജക്ട് കംപ്ലീഷൻ ടൈം. ഫൈൻഡ് ദ അപ്രോപ്രിയേറ്റ് പ്രോബിലിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രൊജക്ട് നോ മോർ ദാൻ 4 weeks ലേറ്റർ ദാൻ എക്സ്പെക്റ്റഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂ കാണണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ചിത്രം വരയ്ക്കണം. എന്നിട്ടേ ബാക്കി ചെയ്യാവൂ. അത് ഓർത്ത് വയ്ക്കുക. നമുക്ക് തന്ന ഈ ബുക്കിൽ അങ്ങനെ ആ ഓർഡറിലല്ല ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്ത് പഠിക്കുക. എന്നാലേ നമുക്കൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം ചിത്രം വരയ്ക്കണം. അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടത്? ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷനും ചെയ്യണം, ഫോർവേഡ് പാസ് കാൽക്കുലേഷനും ചെയ്യണം. എന്നിട്ട് അതിലൂടെ ആ വാല്യൂസ് എല്ലാം കണ്ടെത്തിയിട്ട് ഇതിൻ്റെ ഓരോ ഇവൻറ്റിൻ്റെ മുകളിലും എഴുതുക. പിന്നീട് ഒരേപോലെ വരുന്ന വാല്യൂ എന്ത് ചെയ്യുക? ഡബിൾ ലൈനിലൂടെ കാണിക്കുക. അതായിരിക്കും അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത്. ആ കിട്ടിയ ആൻസർ ക്രിട്ടിക്കൽ പാത്ത് ഇതാണ്, ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഇതാണെന്നൊന്ന് എടുത്ത് എഴുതുക. പിന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ. ബോക്സിൽ ഫസ്റ്റിൽ നമുക്ക് തന്ന കാര്യങ്ങൾ തന്നെ, ആക്ടിവിറ്റി, TP, TM, TO ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? TEയുടെ വാല്യൂ കാണണം ഈ ഇക്വേഷൻ പ്രകാരം. അതുപോലെ വാരിയൻസിൻ്റെ വാല്യൂ കാണണം ഈ ഇക്വേഷൻ പ്രകാരം. എന്നിട്ട് അതിൻ്റെയൊക്കെ ആ ഒരു ക്രിട്ടിക്കൽ ആക്ടിവിറ്റി നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് ഓൾറെഡി നമ്മൾ കിട്ടിയിട്ടുണ്ടാവില്ല. ഇതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അതൊന്ന് അതിൽ കാണിക്കാം. 1 to 2, 2 to 4, 4 to 6 ആണ്. അപ്പോൾ അതൊന്നിവിടെ നമുക്ക് റൗണ്ട് ചെയ്ത് വയ്ക്കാം. 1 to 2 കാരണം ചെയ്യാൻ എളുപ്പത്തിനാണ്. അതുപോലെ അടുത്തത് എന്താ? 2 to 4, 2 to 4. അടുത്തത് 4 to 6, 4 to 6. ഇനി ഇതിൻ്റെ നേരെ വരുന്ന എക്സ്പെക്റ്റഡ് ടൈമും ഒന്ന് റൗണ്ട് ചെയ്ത് വയ്ക്കാം. അതുപോലെ വാരിയൻസും റൗണ്ട് ചെയ്ത് വയ്ക്കാം. 2 to 4 ആകുമ്പോൾ, അടുത്തത് 4 to 6 ആകുമ്പോൾ 7, 1.
ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടി. ഇനി ഇതിൻ്റെ ടോട്ടൽ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുമ്പോൾ 9 + 8 17, 17 + 7 24 അല്ലേ? ആ രീതിയിൽ നമുക്ക് അതിൻ്റെ ടോട്ടൽ എക്സ്പെക്റ്റഡ് ടൈം കിട്ടും. ഇനി അതുപോലെ വാരിയൻസും ഇതിൻ്റെ ടോട്ടൽ കണ്ടാൽ മതി. അതിൻ്റെ വാരിയൻസ് σ², ഇവിടുന്ന് σ² കിട്ടും. അതായത് 9 + 0 + 1 എന്ന് വെച്ചാൽ σ² = 10 എന്നും വരും. അപ്പോൾ ഇത്രയും ആൻസർ ഇതൊന്നും തന്നെ കിട്ടും. ഇനിയാണ് ബാക്കി ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എക്സ്പെക്റ്റഡ് പ്രൊജക്റ്റ് കംപ്ലീഷൻ ടൈം, അതായത് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്ന ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന എക്സ്പെക്റ്റഡ് ടൈം എത്രയാണ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. 9 + 8 + 7 24. പിന്നെ അടുത്തത് പ്രോബബിലിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രൊജക്ട് നോ മോർ ദാൻ 4 വീക്സ് ലേറ്റർ ദാൻ എക്സ്പെക്റ്റഡ്. എന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ ഏകദേശം ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡേയ്സ് എത്രയാണ്, 24 ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിൻ്റെ പ്രോബബിലിറ്റിയാണ്, കംപ്ലീറ്റിംഗ് ദ പ്രൊജക്ട് നോ മോർ ദാൻ 4 വീക്സ് ലേറ്റർ ദാൻ എക്സ്പെക്റ്റഡ്. എന്ന് വെച്ചാൽ ആ പറഞ്ഞിരിക്കുന്ന ഡേയ്സിനേക്കാൾ 24-നേക്കാൾ 4 ഡേയ്സ് കൂടുതൽ എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഡ്യൂ ടൈം എങ്ങനെ പറയാം, 24 + 4 28. ഓക്കെ, അപ്പോൾ ഡ്യൂ ടൈം 28. ഇനി നമുക്ക് വേണ്ട വാല്യൂ ഏതാണ്, സിഗ്മയുടെ വാല്യൂ. ഓൾറെഡി σ² 10 നമുക്കറിയാം. അങ്ങനെയെങ്കിൽ സിഗ്മയുടെ വാല്യൂ അതിൻ്റെ റൂട്ട് കണ്ടാൽ മതി, 3.16 എന്ന് കിട്ടും. ഇനി നമ്മുടെ ആ ഇക്വേഷൻ എഴുതുക. ഇവിടെ ഇക്വേഷൻ നിങ്ങൾ അതിൽ എഴുതി ചേർത്തിട്ടില്ല, നിങ്ങൾ എഴുതണം. സെറ്റ് ഈക്വൽ ടു എന്താ, ഡ്യൂ ടൈം എന്ന് വെച്ചാൽ 28 മൈനസ് എക്സ്പെക്റ്റഡ് ടൈം 24 ഡിവൈഡഡ് ബൈ സിഗ്മ. ഇത് അപ്പോൾ 1.27 എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ പോസിറ്റീവ് വാല്യൂ ആണെന്ന് മനസ്സിലായി. നമ്മൾ വേഗം എന്ത് ചെയ്യുന്നു, ടേബിൾ എടുക്കുക. അതിൽ 1.27 വരുന്ന 1.27 ടേബിളിൽ എത്രയാണ് വാല്യൂ കാണിക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ ടേബിളിൽ 1.27 എവിടെ കിടക്കുന്നത് നോക്കാം. 1.2 ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ. ഇനി 7 എവിടെയാണ് വരുന്നത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ നേരെ 1.2ൻ്റെ നേരെ സ്കെയിൽ വെച്ചിട്ട് കൃത്യമായിട്ട് നോക്കുക. 7 ഇത് അവിടെ കിടക്കുന്നത് കണ്ടോ, 7. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.2ൻ്റെ നേരെ നോക്കുമ്പോൾ 0.3980 എന്ന് കാണാം. കണ്ടോ, കറസ്പോണ്ടിങ് ഏരിയ ആസ് പെർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഓഫ് നോർമൽ കർവ് 0.3980. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നോർമൽ കർവ് വരയ്ക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നോർമൽ കർവ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം ബെൽ ഷേപ്പാണ് അതിൻ്റെ ഫിഗറിൽ വരുന്ന ഷേപ്പ്. അത് വരച്ചു. പിന്നെ അതിൻ്റെ സെൻട്രൽ വാല്യൂ ഒരു ലൈനിലൂടെ കാണിച്ചു. അത് എപ്പോഴും 0 ആയിരിക്കും. ഇങ്ങോട്ട് 0.5 ആണ്, ഇങ്ങോട്ട് 0.5 ആണെന്ന് നമുക്കറിയാം. ഇനി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സെറ്റിൻ്റെ വാല്യൂ പോസിറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ അത് പോസിറ്റീവ് സൈഡിൽ അടയാളപ്പെടുത്താം. ഇവിടെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് 1.2 അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ റിക്വയർഡ് ഏരിയ. റിക്വയർഡ് ഏരിയ എന്ന് പറയുമ്പോൾ ഇത് പോസിറ്റീവ് വാല്യൂ അല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഈ ഭാഗം മുതൽ ഇതുവരെയാണ്. അതായത് ഇത്രയും പോർഷൻസ് നമ്മൾ കണ്ടെത്തണം. എന്ന് വെച്ചാൽ നമുക്കതങ്ങ് ഷെയ്ഡ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ, ഷെയ്ഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഇത്രയും ഭാഗം നമ്മൾ എത്രയാണെന്ന് കണ്ടെത്തണം. അതിൽ 1.27 വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ടേബിൾ വാല്യൂ കണ്ടെത്തിയപ്പോൾ ഈ ഒരു ചെറിയ പോർഷൻ, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി എത്രയാണ്, 0.3980 എന്ന് നമ്മൾ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ ഈ ഭാഗത്തിൻ്റെ വാല്യൂ പ്ലസ് ഈ ഭാഗത്തിൻ്റെ വാല്യൂ കണ്ടെത്തിയാൽ പോരെ. ഇത് ഓൾറെഡി നമുക്ക് അറിയാം, ഇത്ര വരെ വാല്യൂ എത്രയാണ്, 0.5 ആണ്. അപ്പോൾ 0.5 പ്ലസ് ഈ വാല്യൂ. അപ്പോൾ റിക്വയർഡ് ഏരിയ ഈസ് ഈക്വൽ ടു ഇങ്ങനെ വരും, 0.5 പ്ലസ് ഈ വാല്യൂ. അപ്പോൾ ആൻസർ ഇങ്ങനെ വരും. ഇനി ഇതിനെ എന്തിലേക്ക് മാറ്റിയാൽ മതി, പെർസെൻറ്റേജിലേക്ക്. അതിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 89.80% എന്ന് കറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം കഴിഞ്ഞു. ഇനി അതിൽ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ നോക്കാം. ഒന്ന് ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു, സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, യെസ്, ഇനി ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, നമുക്ക് നോക്കാം. ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് പ്രോബിലിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രൊജക്ട് നോ മോർ ദാൻ 4 വീക്സ് ലേറ്റർ ദാൻ എക്സ്പെക്റ്റഡ്. അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൻ്റെ ആൻസറാണ് ഇപ്പോൾ കണ്ടെത്തിയത്. കണ്ടല്ലോ, 89.80%. അപ്പോൾ ഇതോടുകൂടി ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത പ്രോബ്ലം ഇതേപോലെ തന്നെ. ഇവിടെ ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ തന്നിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ദ ഡ്യൂറേഷൻ ഓഫ് എ പ്രൊജക്ട് ഈസ് 111 days. The variance of activities on the critical path is 171 days. What is the probability of completing the project within 105 days, 120 days?
ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ അതിൻ്റെ ഡ്യൂറേഷൻ 111 തന്നിട്ടുണ്ട്. വാരിയൻസ് എന്ന് പറയുന്നത് 171 തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതായത് TE ഇത്, അതുപോലെ പ്രൊജക്ട് ഡ്യൂറേഷൻ 111, അതുപോലെ എക്സ്പെക്റ്റഡ് അതിൻ്റെ വാരിയൻസ് സിഗ്മ സ്ക്വയർ എത്രയാണ് 171. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 105 ദിവസത്തിനുള്ളിൽ ആ പ്രോബിലിറ്റി കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് 120 ദിവസത്തിനുള്ളിൽ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസ് എന്തെന്നാണ്. അപ്പോൾ പ്രൊജക്ട് ഡ്യൂറേഷൻ 111 എന്നും ഡ്യൂ ടൈം 105 എന്നും ഇവിടെ ആദ്യത്തെ കേസിൽ തന്നിട്ടുണ്ട്. പ്രൊജക്ട് ഡ്യൂറേഷൻ എത്രയാണ് 111. പിന്നെ ആദ്യത്തെ കേസിൽ അതിൻ്റെ ഡ്യൂ ടൈം എത്രയാണ് തന്നിട്ടുണ്ട് 105. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സിഗ്മ സ്ക്വയറിൻ്റെ വാല്യൂ എത്ര 171 എന്നറിയാം. അപ്പോൾ സിഗ്മയുടെ വാല്യൂ കണ്ടെത്തി അതിനുശേഷം ആ ഇക്വേഷൻ അങ്ങനെ എഴുതും. ഇവിടെ ഇക്വേഷൻ എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതി ചേർക്കണം. എന്നിട്ട് ആ സ്ഥാനത്ത് ഡ്യൂ ടൈമിൻ്റെ സ്ഥാനത്ത് 105 എന്നും എക്സ്പെക്റ്റഡ് ടൈമിൻ്റെ സ്ഥാനത്ത് 111 എന്നും സിഗ്മയുടെ സ്ഥാനത്ത് ഈ വാല്യൂ കൊടുക്കുക. അപ്പോൾ ആൻസർ ഇങ്ങനെ കിട്ടും, -0.459 എന്ന് കിട്ടും. ഇനി അതിൻ്റെ കറക്റ്റ് ആൻസറിലേക്ക് പോകാൻ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ടേബിൾ വാല്യൂ കാണാം. ഇനി ടേബിൾ വാല്യൂ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് നോക്കാൻ അറിയാം, ഇപ്പോൾ കുറേ പ്രോബ്ലത്തിൽ പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടേബിൾ വാല്യൂ നിങ്ങൾക്ക് കിട്ടുക 0.1772 എന്നാണ്. ഇനി ഇതിൻ്റെ റിക്വയർഡ് ഏരിയ കാണുക എന്ന് പറയുമ്പോൾ വേഗം എന്ത് ചെയ്യണം, ആ നോർമൽ കർവ് വരയ്ക്കണം. നോർമൽ കർവ് വരച്ച് അതിൻ്റെ സെൻട്രൽ വാല്യൂ അടയാളപ്പെടുത്തുക. പിന്നെ മൈനസ് വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സൈഡിലാണ് അത് അടയാളപ്പെടുത്തേണ്ടത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. -0.459 എന്നാണ്. അപ്പോൾ അത് ഈ ഭാഗത്ത് എവിടെയെങ്കിലും -0.4459 എന്നാണ് അല്ലേ. ഇനി നമുക്ക് കാണേണ്ടത് ഈ മൈനസ് ഭാഗത്തേക്ക് വന്നാൽ ഇതായിരിക്കും അതിൻ്റെ റിക്വയർഡ് ഏരിയ. അപ്പോൾ ടോട്ടൽ ഇത്രയും ഭാഗത്തുനിന്ന്, അതായത് 0.5 നിന്നും ഇതിൻ്റെ ടേബിൾ വാല്യൂ മൈനസ് ചെയ്താൽ മതി. ടേബിൾ വാല്യൂ എത്ര ഈ ഒരു ഭാഗം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ 0.1772 എന്നാണ്. അപ്പോൾ 0.5 നിന്നും ഇത് മൈനസ് ചെയ്താൽ മതി. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആൻസർ കിട്ടും. എന്നിട്ട് അതിനെ എന്തിലേക്ക് മാറ്റിയ പെർസെൻറ്റേജ് വയ്ക്കുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആൻസർ കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അവിടെ ഡ്യൂ ടൈം ആയിട്ട് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എത്രയാണ് 120. ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പോൾ ഈ സെറ്റിൻ്റെ ഇക്വേഷൻ എഴുതുന്നു, അവിടെ ഡ്യൂ ടൈമിൻ്റെ സ്ഥാനത്ത് 120 കൊടുക്കുന്നു, ബാക്കിയെല്ലാം സെയിം തന്നെ. അപ്പോൾ ആൻസർ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് വാല്യൂ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് വാല്യൂ കിട്ടിയതെന്ന് വെച്ചാൽ അങ്ങനെ ഓർത്ത് വെച്ചോ. നെഗറ്റീവ് വാല്യൂ കിട്ടിയതെന്ന് വെച്ചാൽ 0.5 നിന്ന് മൈനസ് ചെയ്യാം. പോസിറ്റീവ് വാല്യൂ കിട്ടിയതെന്ന് വെച്ചാൽ 0.5ൻ്റെ കൂടെ ആ ടേബിൾ വാല്യൂ കൂട്ടുക. അപ്പോൾ ഇനി സെറ്റിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ വഴിക്ക് നമ്മൾ ടേബിൾ വാല്യൂ നോക്കുക, ടേബിൾ എടുക്കുക, അതിൽ എത്രയാണ് വരുന്നത് നോക്കുക. 0.688 എന്ന് പറയുമ്പോൾ 6ൽ 8ൽ എത്ര വരുന്നത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ആൻസർ കിട്ടും നിങ്ങൾക്ക്. എന്നിട്ട് അതിൻ്റെ കൂടെ 0.5 കൂട്ടുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. പിന്നീട് അതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റാം, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കറക്റ്റ് ആൻസറിലേക്ക് എത്തും. ഓക്കെ, ഇനി അടുത്തതും ഇതേപോലെ പ്രൊജക്ട് പ്ലാൻ ഈസ് ഫോളോസ്. ഇവിടെ ആക്ടിവിറ്റി കുറേ നെയിംസ്, അതായത് കുറേ ലെറ്റർ നെയിംസാണ് തന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പ്രൊഡസസറും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് കൺസ്ട്രക്ട് പേർഡ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ്. എന്താണ്, EST കാണണം, ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം, ലേറ്റസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം, ലേറ്റസ്റ്റ് ഫിനിഷിംഗ് ടൈം ഫോർ ഈച്ച് ആക്ടിവിറ്റി, ഓരോ ആക്ടിവിറ്റിയിലും. പിന്നെ ഇൻഡിക്കേറ്റ് ദ ക്രിട്ടിക്കൽ പാത്ത് ആൻഡ് പ്രൊജക്ട് ഡ്യൂറേഷൻ, ഇതൊക്കെ കാണണം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ കുറേ കോളായിട്ട് തോന്നും. ശരിക്കും A മുതൽ എത്ര വരെ വരുന്നുണ്ട്, L വരെ വരുന്നുണ്ട്. കണ്ടോ, അതിൻ്റെ ബോക്സിൽ A മുതൽ L വരെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഫിഗർ വരയ്ക്കണം. അതിൻ്റെ ഫിഗറാണ് ഈ വരച്ചിരിക്കുന്നത്. അതെങ്ങനെ വന്നു എന്നൊക്കെ നിങ്ങൾ നോക്കുക. എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് ഒരേപോലെ വരുന്നത്. പിന്നെ ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷനും ഫോർവേഡും ചെയ്യുക. അതിൽ നിന്നും എല്ലാ വാല്യൂസും എഴുതി ഇതിൽ കണ്ടെത്തി എഴുതണം. എന്നിട്ട് അതിൽ ഒരേ വാല്യൂ വരുന്നതിന് ഡബിൾ ലൈൻ കൊടുക്കുക. അതായിരിക്കും അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ബോക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ടിവിറ്റിയൊക്കെ ഈ ഫിഗറിൽ നോക്കി എഴുതാവുന്നതേ ഉള്ളൂ. കാരണം ഇവിടെ ആക്ടിവിറ്റി A മുതൽ L വരെ എന്ന ലെറ്ററിലായിരുന്നു തന്നിരുന്നത്, സംഖ്യകളായിട്ട് തന്നിരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ടിവിറ്റി അതിൽ നിന്ന് ഫിഗറിൽ നിന്ന് നോക്കിയിട്ട് ഇങ്ങനെ എഴുതാം. പിന്നെ ഡ്യൂറേഷൻ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. കണ്ടോ, ടൈം, ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ഡ്യൂറേഷൻ തന്നിട്ടുണ്ട്. അതും ഇവിടെ എഴുതാം. അതുകൊണ്ട് നമുക്ക് അത് കണ്ടെത്തേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് EST EFT ആണ്. അപ്പോൾ നമുക്ക് ഇത് ഓൾറെഡി നമ്മൾ CPM മെത്തേഡിൽ ചെയ്തതാണല്ലോ. ഏർലിയസ്റ്റ് ടൈം അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, EST EFT, ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം, ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈം. ഇത് വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോവാം. അതുപോലെ ലേറ്റസ്റ്റ് ടൈമും ടോട്ടൽ ഫ്ലോട്ടും ഒക്കെ കാണേണ്ടത് എങ്ങനെയെന്ന് CPM മെത്തേഡിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് ഓരോന്നും കണ്ടെത്തുക. ഓക്കെ, അതിനൊക്കെ ഉള്ള വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. ഫോർവേഡിലും പാസ്വേഡിലും ഒക്കെ നോക്കിയാൽ കിട്ടും. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഇപ്പോൾ പേർട്ട് കംപ്ലീറ്റ് ചെയ്തു. അതായത് നെറ്റ്വർക്ക് വരച്ചു, പിന്നെ ബോക്സ് ക്രിയേറ്റ് ചെയ്തു, LST EST LFT ഒക്കെ കണ്ടെത്തി.
പിന്നീട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ക്രിട്ടിക്കൽ പാത്തും പ്രൊജക്റ്റ് ഡ്യൂറേഷനും കാണാനാണ്. അതിന് എളുപ്പമല്ലേ, ക്രിട്ടിക്കൽ പാത്ത് ഓൾറെഡി നമ്മൾ കണ്ടെത്തിയതാണ്. അതിൻ്റെ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന വാല്യൂസ് അങ്ങ് ആഡ് ചെയ്താൽ മതി അല്ലേ. കണ്ടോ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ക്രിട്ടിക്കൽ പാത്ത് പ്രൊജക്റ്റ് ഡ്യൂറേഷൻ ടോട്ടൽ ചെയ്തു 22 days എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. എല്ലാ പ്രോബ്ലംസും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കുക. നിങ്ങൾ എത്ര തവണ ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും. ഓക്കെ, ഇനി അതിൻ്റെ കുറച്ച് തിയറി പാർട്ടാണ്, അതുകൂടി നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് പേർട്ട് എന്ന് പറയുമ്പോൾ അതിന് ചില അഡ്വാൻറ്റേജസും ഉണ്ടായിരിക്കും, ഡിസഡ്വാൻറ്റേജസും അല്ലെങ്കിൽ ലിമിറ്റേഷൻസും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഇറ്റ് ഫോഴ്സസ് ദ മാനേജ്മെൻറ്റ് ടു പ്ലാൻ കെയർഫുള്ളി ആൻഡ് സ്റ്റഡി ഹൗ ദ വാരിയസ് പാർട്സ് ഫിറ്റ് ഇൻ ടു ദ ഹോൾ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം, എങ്ങനെയൊക്കെ കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്യണം, അതിനെക്കുറിച്ചും അതിൻ്റെ ഓരോ വാരിയസ് പാർട്സും എങ്ങനെയൊക്കെ മുന്നോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടാൻ പേർട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത്, ഇറ്റ് കോൺസെൻട്രേറ്റ്സ് അറ്റൻഷൻ ഓൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ദ പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിൽ വരുന്ന ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അതിന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത്, ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് പ്രൊഡക്ഷൻ ഡിലേസ്, ഇൻട്രപ്ഷൻസ് ആൻഡ് കോൺഫ്ലിക്ട്സ് ബൈ ഷെഡ്യൂളിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് റിസോഴ്സസ് ഇൻ ടൈം. അതായത് നമുക്ക് ഒരു പേർട്ട് മെത്തേഡിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. അതായത് ഒരു പ്രൊജക്റ്റിൽ ഒരു പ്രൊഡക്ഷൻ ഡിലേസ് വരാതിരിക്കാൻ, അതുപോലെ ഇൻട്രപ്ഷൻസ്, അതുപോലെ കോൺഫ്ലിക്ട്സ്, അതുപോലെ കോൺഫ്ലിക്റ്റിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് റിസോഴ്സ് ഇൻ ടൈം. ആ തന്നിരിക്കുന്ന ടൈമിനുള്ളിൽ തന്നെ നമ്മുടെ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. നാലാമത്തേത്, ഇറ്റ് ഫോഴ്സസ് ടു ടേക്ക് റൈറ്റ് ആക്ഷൻ അറ്റ് റൈറ്റ് ടൈം ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റ് കറക്റ്റ് ടൈമിൽ തന്നെ കറക്റ്റ് ആക്ടിവിറ്റിയിലൂടെ തന്നെ തീർത്ത് നമുക്ക് തന്ന ടൈമിനുള്ളിൽ തന്നെ കറക്റ്റായിട്ട് തീർക്കാൻ ഏത് സഹായിക്കുന്നുണ്ട്, പേർട്ട് മെത്തേഡ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ് എ ഫോർവേഡ് ലുക്കിംഗ് ടൈപ്പ് ഓഫ് കൺട്രോൾ. അതുപോലെ ഫോർവേഡ് ലുക്കിംഗ് ടൈപ്പ് ഓഫ് കൺട്രോൾ ഇതിൽ വരുത്താൻ ഏത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പേർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. അതുപോലെ ഡേറ്റ് ഇൻഫർമേഷൻ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത്, അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത്, കാരണം ഇത് നമുക്കറിയാം പേർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ടൈം എസ്റ്റിമേഷൻ വരുന്ന ഒരു കേസാണ് അല്ലേ. അടുത്തത്, ഇറ്റ് ഹെൽപ്സ് ടു ഫോർമുലേറ്റ് ന്യൂ ഷെഡ്യൂൾസ് വെൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഇംപ്ലിമെൻറ്റ് ദ എക്സിസ്റ്റിംഗ് ഷെഡ്യൂൾ. ഇറ്റ് ഹെൽപ്സ് ഫോർമുലേറ്റ് ന്യൂ ഷെഡ്യൂൾസ് വെൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഇംപ്ലിമെൻറ്റ് ദ എക്സിസ്റ്റിംഗ് ഷെഡ്യൂൾ. അതായത് പുതിയ മെത്തേഡ് വേണമെങ്കിൽ, നമുക്ക് ആവശ്യമെങ്കിൽ ഇതിൽ അപ്ലൈ ചെയ്യാന്നുള്ളത് ഇതിൻ്റെ ഒരു മെത്തേഡാണ്. അടുത്തത്, ഇറ്റ് ഹെൽപ്സ് ടു കോർഡിനേറ്റ് ദ വാരിയസ് പാർട്സ് ഓഫ് ദ പ്രൊജക്ട് ആൻഡ് ദെർബൈ ഹെൽപ്സ് ടു കംപ്ലീറ്റ് ദ പ്രൊജക്ട് ഇൻ ടൈം. അതുപോലെ പല ടൈപ്പിലുള്ള പ്രൊജക്റ്റ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ പല ടൈപ്പിലുള്ള ആക്ടിവിറ്റീസും വരും അല്ലേ. ആ ആക്ടിവിറ്റീസിനെയൊക്കെ ഒരുപോലെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോയി അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഏത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, പേർട്ട് മെത്തേഡ് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഓക്കെ, ആ പ്രൊജക്റ്റ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഇനി അതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. വി നോ പേർട്ട് ഈസ് എ മാനേജ്മെന്റ് ടെക്നിക് വിച്ച് ഈസ് യൂസ്ഡ് ടു പ്ലാനിങ്, ഷെഡ്യൂളിംഗ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് എ പ്രൊജക്ട്. നമുക്കറിയാം പേർട്ട് എന്ന് പറയുന്നത് എന്തിനു ഉപയോഗിക്കുന്നു, ഒരു പ്രൊജക്ട് കറക്റ്റ് രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ, ഷെഡ്യൂൾ ചെയ്യാൻ, പ്ലാനിങ് ചെയ്യാൻ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്, ഒരു ടെക്നിക്കാണ്. ലൈക്ക് അതർ ടെക്നിക്സ് ഇറ്റ് ഹാസ് ആൾസോ സർട്ടൻ ലിമിറ്റേഷൻസ്. ഇതിന് ചില ലിമിറ്റേഷൻസും ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പേർട്ട് എംഫസൈസസ് ഓൺ ടൈം ഓൺലി, ഇറ്റ് ഈസ് നോട്ട് ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു കോസ്റ്റ്. ഇവിടെ പേർട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടൈമിന് മാത്രമാണ്. ഓക്കെ, ഇവിടെ കോസ്റ്റിന്, അതായത് നമുക്ക് ചെലവാകുന്ന ആ ഒരു ക്യാഷിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ആണ്. രണ്ടാമത്തെ, ഡെവലപ്പിംഗ് എ ക്ലിയർ ആൻഡ് ലോജിക്കൽ നെറ്റ്വർക്ക് ഈസ് ഡിഫിക്കൽട്ട്. ഡെവലപ്പിംഗ് എ ക്ലിയർ ആൻഡ് ലോജിക്കൽ നെറ്റ്വർക്ക് ഈസ് ഡിഫിക്കൽട്ട്. ഈ കേസിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോജിക്കൽ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. അടുത്തത്, ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ റൂട്ടീൻ പ്ലാനിങ് ഓഫ് റിക്കറിംഗ് ഈവൻറ്റ്സ്. റൂട്ടീൻ പ്ലാനിങ് ഓഫ് റിക്കറിംഗ് ഈവൻറ്റ്സിന് ഇത് സ്യൂട്ടബിൾ അല്ല. കറക്റ്റായിട്ട് പോകുന്ന പ്ലാനിങ് ആണെന്നുണ്ടെങ്കിൽ അത് ഇതിന് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് സ്യൂട്ടബിൾ അല്ല. അടുത്തത്, ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ റിസോഴ്സസ് റിക്വയർഡ് അറ്റ് വാരിയസ് സ്റ്റേജസ് ഓഫ് ദ പ്രൊജക്ട്. ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ റിസോഴ്സസ് റിക്വയർഡ് അറ്റ് വാരിയസ് സ്റ്റേജസ് ഓഫ് ദ പ്രൊജക്ട്. ആ പ്രൊജക്റ്റിൻ്റെ പല സ്റ്റേജസിലും റിസോഴ്സസ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. എത്രത്തോളം ഉണ്ട് ഇല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണ്ടേ മുന്നോട്ട് പോകാൻ. അടുത്തത്, ദർ മേ ബി എറേഴ്സ് ഇൻ ടൈം എസ്റ്റിമേഷൻ. ടൈം എസ്റ്റിമേഷനിൽ എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത്, ദ മേജർ ലിമിറ്റേഷൻ ഓഫ് ദിസ് ടെക്നിക് ഈസ് ഇറ്റ്സ് ടൈം എസ്റ്റിമേറ്റ്സ് ഇറ്റ്സെൽഫ്.
ഇതിൻ്റെ ഒരു മേജർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ ടൈമിന് മാത്രമാണ്, എസ്റ്റിമേഷന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇഫ് ടൈം എസ്റ്റിമേറ്റ്സ് ആർ നോട്ട് കറക്റ്റ് ദെൻ ദ നെറ്റ്വർക്ക് ആൻഡ് ക്രിട്ടിക്കൽ പാത്ത് ഹാസ് നോ മീനിങ്. നമുക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയ ടൈം എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ നെറ്റ്വർക്ക് മൊത്തം മീനിങ് ഫുൾ ആവും. അതുപോലെ ക്രിട്ടിക്കൽ പാത്തും തെറ്റായിട്ടാണ് വരിക. അടുത്തത് frequent updating and revising the PERT calculation are required for an active control of project. Experts are required for this purpose, so it is costly affair. ഇവിടെ PERT മെത്തേഡ് കൈകാര്യം ചെയ്യാൻ അതിൽ നല്ല എക്സ്പെർട്ടായ ആളുകൾ തന്നെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ ഫിക്സ് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ലിമിറ്റേഷൻസ് ആണ്. ഇനി അടുത്തത് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ CPM ആൻഡ് പേർട്ട്. പേർട്ടും CPM ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ എന്ന് നോക്കാം. ബോത്ത് ആർ നെറ്റ്വർക്ക് ടെക്നിക്സ്. രണ്ടും എന്ത് തന്നെയാണ്? നെറ്റ്വർക്ക് ടെക്നിക്സ് ആണ്. രണ്ടിലും നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്നുണ്ടല്ലോ. അടുത്തത് അണ്ടർ ബോത്ത് ടെക്നിക്സ് നെറ്റ്വർക്ക് ഡയഗ്രാംസ് ആർ ഡോൺ. അതെ, രണ്ട് ടെക്നിക്സിലും എന്ത് ചെയ്യുന്നുണ്ട്? ഡയഗ്രാം വരയ്ക്കുന്നുണ്ട്. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ബോത്ത് ടെക്നിക്സ് ഈസ് ടു സീ ദാറ്റ് ദ പ്രോജക്റ്റ് ഈസ് കംപ്ലീറ്റഡ് വിത്തിൻ എ സ്പെസിഫൈഡ് ടൈം പ്ലാൻ. രണ്ടിൻ്റെയും പിന്നെ പ്രധാന ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സ്പെസിഫൈഡ് ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഈ രണ്ടെണ്ണം. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ബോത്ത് ടെക്നിക്സ് ഈസ് ടു സീ ദാറ്റ് ദ പ്രൊജക്റ്റ് ഈസ് കംപ്ലീറ്റഡ് വിത്തിൻ എ സ്പെസിഫിക് ടൈം പ്ലാൻ. ആ സ്പെസിഫിക് ടൈം പ്ലാനിനുള്ളിൽ തന്നെ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. അണ്ടർ ബോത്ത് ടെക്നിക്സ് ദ പ്രൊജക്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു വാരിയസ് ആക്ടിവിറ്റീസ് ആൻഡ് ഈവൻറ്റ്സ്. രണ്ട് ടെക്നിക്കിലും പ്രൊജക്റ്റിനെ എന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? പല ടൈപ്പിലുള്ള ആക്ടിവിറ്റി അതുപോലെ ഇവന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് ക്രിട്ടിക്കൽ ഏരിയ ആൻഡ് ക്രിട്ടിക്കൽ പാത്ത് ആർ ഫൗണ്ട് ഇൻ ബോത്ത് ടെക്നിക്സ്. രണ്ട് ടെക്നിക്സിലും ക്രിട്ടിക്കൽ ഏരിയയും കാണുന്നുണ്ട്, ക്രിട്ടിക്കൽ പാത്തും കാണുന്നുണ്ട്. അതുപോലെ ബോത്ത് ആർ യൂസ്ഡ് ആസ് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ്. രണ്ടും എന്തിന് യൂസ് ചെയ്യുന്നതാണ്? ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ് CPM ഉം പേർട്ടും. ഇതാണ് ഇതിന്റെ സിമിലാരിറ്റീസ്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ CPM ആൻഡ് പേർട്ട്. എല്ലാം നന്നായി വായിച്ചു പോകണം. ഇതിൽ ഈ തിയറി പാർട്ടിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. അടുത്തത് ഡിഫറൻസ് ആണ്. CPM ഈസ് ആക്ടിവിറ്റി ഓറിയന്റഡ്. നമുക്കറിയാം CPM എന്താണ്? ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. പേർട്ട് ഈസ് ഈവന്റ് ഓറിയന്റഡ്. പേർട്ട് എന്താണ്? ഈവന്റ് ഓറിയന്റഡ്. ഇതിന് മുന്നിൽ നമ്മൾ തിയറി പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഓർത്ത് വെക്കുക. CPM എപ്പോഴും ആക്ടിവിറ്റി ഓറിയന്റഡും പേർട്ട് ഈവന്റ് ഓറിയന്റഡും ആണ്. CPM ഈസ് ഡിറ്റർമിനിസ്റ്റിക് മോഡൽ വിത്ത് സിംഗിൾ ടൈം എസ്റ്റിമേറ്റ്. CPM എന്താണ്? സിംഗിൾ ടൈം എസ്റ്റിമേറ്റിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന മോഡലാണ് CPM. ബട്ട് പേർട്ട് ഈസ് എ പ്രോബബിലിസ്റ്റിക് മോഡൽ വിത്ത് 3 ടൈം എസ്റ്റിമേറ്റ്സ്. പക്ഷെ പേർട്ട് എന്ന് പറയുന്നത് ഒരു പ്രോബബിലിസ്റ്റിക് മോഡലാണ്. അതിൽ 3 ടൈം എസ്റ്റിമേഷൻ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഓപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് 3 അടുത്തത് CPM ഡസ് നോട്ട് ഡീൽ വിത്ത് അൺസർട്ടനിറ്റി ഇൻ ടൈം. അതായത് ടൈമിനുള്ള ആ സ്ഥിരത ഇല്ലായ്മ ഏതിൽ വരുന്നില്ല? ഡീൽ ചെയ്യുന്നില്ല. CPM ഡീൽ ചെയ്യുന്നില്ല. എന്നാൽ പേർട്ട് ഡീൽസ് വിത്ത് അൺസർട്ടനിറ്റി ഇൻ ടൈം. എന്നാൽ പേർട്ടിൽ സമയത്തിലുള്ള ആ ഒരു സ്ഥിരതയില്ലായ്മ അല്ലെങ്കിൽ സമയത്തിലുള്ള ആ വാരിയൻസ് ഡീൽ ചെയ്യുന്നുണ്ട്. അടുത്തത് ദ യൂസ് ഓഫ് ഡമ്മി ആക്ടിവിറ്റീസ് ഈസ് റിക്വയർഡ് ഇൻ പേർട്ട് ഫോർ റെപ്രസെന്റിംഗ് ദ പ്രോപ്പർ സീക്വൻസിംഗ്. ദ യൂസ് ഓഫ് ഡമ്മി ആക്ടിവിറ്റീസ് ഈസ് റിക്വയർഡ് ഇൻ പേർട്ട് ഫോർ റെപ്രസെന്റിംഗ് ദ പ്രോപ്പർ സീക്വൻസിംഗ്. ആ പേർട്ടിൽ എന്ത് വരുന്നുണ്ട്? ഡമ്മി ആക്ടിവിറ്റീസ്. അതുപോലെ CPM ദ യൂസ് ഓഫ് ഡമ്മി ആക്ടിവിറ്റീസ് ആർ നോട്ട് നെസസറി. CPM എന്ത് വരുന്നില്ല? അത്ര അത്യാവശ്യമല്ല ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് CPM ഈസ് യൂസ്ഡ് ഫോർ നോൺ റിപ്പീറ്റേറ്റീവ് ജോബ്സ്. CPM യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നോൺ റിപ്പീറ്റേറ്റീവ് ജോബ്സിനാണ്. പേർട്ട് ഈസ് യൂസ്ഡ് ഫോർ റിപ്പീറ്റേറ്റീവ് ജോബ്സ്. പേർട്ട് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ ജോബ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് CPM കൺസിഡേഴ്സ് ബോത്ത് ആസ്പെക്ട്സ് ഓഫ് ടൈം ആൻഡ് കോസ്റ്റ്. CPM ടൈമിനും കോസ്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പേർട്ട് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് ടൈം ഓൺലി. പേർട്ട് ടൈമിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. CPM ഡസ് നോട്ട് ഇൻകോർപ്പറേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസ് ഇൻ ഡിറ്റർമൈനിങ് ടൈം എസ്റ്റിമേറ്റ്സ്. CPM സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസിനല്ല, പിന്നെ ടൈമിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ പേർട്ട് അനലൈസിസ് കൺസിഡർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസ് ടു ഡിറ്റർമൈൻ ദ പ്രോബബിലിറ്റീസ് റിലേറ്റഡ് വിത്ത് ടൈം. അതായത് ടൈം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബബിലിറ്റിക്കാണ് പേർട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്തത് CPM ഈസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ആൻഡ് ബിസിനസ് പ്രോബ്ലം. CPM കൺസ്ട്രക്ഷനും കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബിസിനസ് ടൈപ്പിലുള്ള പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. പേർട്ട് ഈസ് അപ്ലൈഡ് മെയിൻലി ഫോർ പ്ലാനിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് റിസർച്ച് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാനാണ് പേർട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് CPM ഈസ് നോട്ട് ആൻ ഇമ്പോർട്ടന്റ് കൺട്രോൾ ഡിവൈസ് വെൻ ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് പേർട്ട്. CPM എന്ന് പറയുന്നത് that is a not important control device when it is compared with പേർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ CPM എന്ന് പറയുന്നത് ഒരു
കൺട്രോൾ ഡിവൈസ് അല്ല, ഇമ്പോർട്ടൻറ്റ് കൺട്രോൾ ഡിവൈസ് അല്ല. ഇഫ് ചേഞ്ചസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ദ നെറ്റ്വർക്ക് then it will force to repeat the entire evaluation of the project each time. But PERT is an important control device. It assists the management in controlling the project. അപ്പോൾ CP എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ച് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇഫ് ചേഞ്ചസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ദ നെറ്റ്വർക്ക് then it force repeat on the entire evaluation of the project each time. എന്നാൽ PERT എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കൺട്രോൾ ഡിവൈസ് ആണ്. ഇറ്റ് അസിസ്റ്റ് ദ മാനേജ്മെന്റ് ഇൻ കൺട്രോളിംഗ് ദ പ്രൊജക്ട്. ആ പ്രൊജക്റ്റിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നുണ്ട് PERT എന്ന മെത്തേഡ്. ഇനി അടുത്ത ഭാഗം നോക്കാം. നെക്സ്റ്റ് പോയിന്റ്, ക്രാഷിംഗ് ഈസ് ആപ്ലിക്കബിൾ ഇൻ CPM while it is not applicable in PERT. CPM-ൽ ക്രാഷിംഗ് ആപ്ലിക്കബിൾ ആണ്, PERT-ൽ ക്രാഷിംഗ് ആപ്ലിക്കബിൾ അല്ല. ഇനി അടുത്തത്, ഇൻ CPM ക്രിട്ടിക്കൽ പാത്ത് ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫ്ലോട്ട് while in PERT ക്രിട്ടിക്കൽ പാത്ത് ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് സ്ലാക്ക്. ഇതൊന്ന് നോട്ട് ചെയ്തോളൂ. എന്താണ് CPM-ൽ ക്രിട്ടിക്കൽ പാത്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫ്ലോട്ടിന്റെ ബേസിലാണ്, നമുക്കറിയാം. എന്നാൽ PERT-ൽ ക്രിട്ടിക്കൽ പാത്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത് സ്ലാക്കിന്റെ ബേസിലാണ്, ഓർത്ത് വയ്ക്കുക. അടുത്തത്, അണ്ടർ CPM ഈച്ച് ആക്ടിവിറ്റി in the network diagram is represented by a circle and arrows are used to indicate sequencing requirements. നമുക്കറിയാം CPM-ൽ ആ നെറ്റ്വർക്ക് ഡയഗ്രാമിൽ വരയ്ക്കുന്ന ഓരോ ആക്ടിവിറ്റിയും റെപ്രസെന്റ് ചെയ്യുന്നത് സർക്കിള്, ആരോസ് എന്നൊക്കെ വെച്ചിട്ടാണ് അല്ലേ. ഇൻ കേസസ് ഓഫ് PERT each event is represented by a circle and arrows are used to indicate activities. PERT-ലും അങ്ങനെ തന്നെ ഓരോ ഇവന്റും റെപ്രസെന്റ് ചെയ്യുന്നത് സർക്കിളും ആരോസും ഓരോ ആക്ടിവിറ്റിക്കും കൊടുത്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3-4 പോയിന്റ്സ് നന്നായി പഠിച്ചു പോവുക. ചോദിക്കാം, അതിൻ്റെ CPM-ഉം PERT-ഉം തമ്മിലുള്ള സിമിലാരിറ്റീസും അതുപോലെ ഡിഫറൻസ് ഒക്കെ ചോദിക്കാം എക്സാമിന്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് PERT. PERT-ന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഏതൊക്കെ ഫീൽഡിലാണ് എന്ന് നോക്കാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, പെർട്ടിക്കുലർലി ഇൻ ദ ബിൽഡിംഗ് ഓഫ് ലാർജ് സ്ട്രക്ചേഴ്സ്. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലാണ്, എസ്പെഷ്യലി ഏതിലാണ്, ബിൽഡിംഗ് ഓഫ് ലാർജ് സ്ട്രക്ചേഴ്സ്. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഷെഡ്യൂളിംഗ് ഗവൺമെന്റ് ആൻഡ് കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ്സ്, ഇൻസ്റ്റാളിംഗ് ഫിക്സ്ഡ് അസറ്റ്സ് ആൻഡ് പ്ലാന്റ് ലേഔട്ട്. അതുപോലെ ഇത് എന്തിന് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, ഷെഡ്യൂളിംഗ് ഗവൺമെന്റ് ആൻഡ് കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ്സ്. ഗവൺമെന്റ് ആൻഡ് കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ്സ് ഷെഡ്യൂൾ ചെയ്യാൻ, ഇൻസ്റ്റാൾഡ് ഫിക്സ്ഡ് അസറ്റ്സ് ആൻഡ് പ്ലാന്റ് ലേഔട്ട്. It can also be used in the general administration of the firm. ഒരു ഫേമിന്റെ ജനറൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡിഫൻസ് പ്രൊജക്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട്സ് എക്സെട്ര. അതുകൂടാതെ ഇത് ഏതൊക്കെ ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്, ഡിഫൻസ് പ്രൊജക്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊജക്റ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് PERT എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ, അതായത് നെറ്റ്വർക്ക് അനലൈസിസ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. എല്ലാ പ്രോബ്ലംസും തിയറി പാർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് ഒക്കെ കുറേ തവണ ചെയ്ത് പഠിക്കണം, എന്നാലേ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ നെറ്റ്വർക്ക് അനലൈസിസ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ.